ഒരർത്ഥത്തിൽ അത് നമുക്ക് നല്ലതാണ്. നമ്മൾ ആത്മീയമായി വളർച്ച പ്രാപിക്കാനും ആരോഗ്യപൂർണമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാനും ഒക്കെ ഈ ശത്രുവിനോടുള്ള പോരാട്ടം നമ്മളെ ബലപ്പെടുത്തും. നിങ്ങൾക്കറിയാം, ഇസ്രായേൽ ജനം ഈ മിസ്രൈമിൽ ആയിരുന്ന സമയം ഏതാണ്ട് യോസഫിന്റെ ഒക്കെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക്, യോസഫിന്റെ കാലമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ജനിച്ചു വളർന്ന തലമുറ യുദ്ധം കണ്ടിട്ടില്ല. അവർ യുദ്ധത്തിന് പോയിട്ടില്ല. അവര് അടിമപ്പണി ചെയ്തു. റമസേസ് പട്ടണം പണിയാൻ അവരെ കൊണ്ടാണ് ഫറവോൻ അധ്വാനിപ്പിച്ചത്. ഊഴിയവേലക്കാരെ വിട്ട് അവരെ അടിച്ചു, മർദ്ദിച്ചു, ഒത്തിരി പീഡനങ്ങൾ സഹിച്ചു അവര്. ഇതൊക്കെയാണെങ്കിലും അവരൊരു യുദ്ധം കണ്ടിട്ടില്ല. കാരണം മുൻ തലമുറയായി യുദ്ധം കണ്ടത്. അവര് യുദ്ധം കണ്ട് വളർന്നവരാ. പക്ഷേ അടുത്ത തലമുറ യുദ്ധം കണ്ടിട്ടില്ല. അപ്പൊ അത് ഒന്നാമത്തെ വലിയ പ്രശ്നമായിരുന്നു. ആ തലമുറയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രശ്നമായിരുന്നു. ഇവരെയും കൊണ്ടാണ് മോശ മിസ്രൈമിൽ നിന്നും യാത്ര തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് സത്യത്തില് ഏദോമ്യരുടെ സ്ഥലത്തുകൂടെ പോകാൻ പോലും മോശ ഭയന്നു. കാരണം യുദ്ധം കണ്ടിട്ടില്ലാത്ത ഈ ജനം യുദ്ധം കാണുമ്പോൾ മടുത്ത് മടങ്ങിപ്പോകാൻ സാധ്യത. ഏദോമ്യരുടെ സ്ഥലത്തൂടെ അങ്ങോട്ട് പോകുകയായിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് അങ്ങ് ചെല്ലായിരുന്നു കനാൻ. അതുകൊണ്ട് ഏദോമ്യരുടെ വസ്തുവിൽ കൂടെ കയറാതെ, സ്ഥലത്തൂടെ കയറാതെ അവരെ ചുറ്റി നടന്നു, വട്ടം ചുറ്റി തെക്കോട്ട് തിരിഞ്ഞാണ് പിന്നെ കയറി വരുന്നത്. അപ്പൊ ഇതാണ് സംഭവം. ഈ യുദ്ധം കണ്ടിട്ടില്ലാത്ത തലമുറയെ സംബന്ധിച്ചിടത്തോളം എന്നും അതൊരു വേദനയാണ്. ഇത് നമുക്കൊക്കെ പറ്റുന്നത് അതാണ്. ഒരുപക്ഷെ ആത്മീയ ജീവിതത്തിൽ നിരവധി പോരാട്ടങ്ങളിലൂടെ വളർച്ച പ്രാപിച്ചവരായിരിക്കാം നമ്മളൊക്കെ, ഞാനടക്കം, നിങ്ങളൊക്കെ. ഞാനും എൻ്റെ ചെറുപ്രായം മുതൽ തന്നെ ഒത്തിരി പോരാട്ടങ്ങളെ അതിജീവിച്ചവരാണ്, ഒത്തിരി പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചവരാണ്. പക്ഷെ എനിക്കറിയാം, എൻ്റെ കുഞ്ഞുങ്ങളൊന്നും അന്ന് ശത്രുവുമായിട്ടൊരു പോരാട്ടം ഉണ്ടായിട്ടില്ല. കാരണം അവർ ജനിച്ചു വളർന്ന സമയം മുതൽ നമ്മൾ അവരുടെ മേൽ കൈവച്ച് യേശുവിന്റെ രക്തം കൊണ്ട് ബന്ധിച്ച് പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ ഓരോ ദിവസവും പ്രാർത്ഥിച്ച് രക്തത്താൽ മുദ്രയിട്ട് അങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയാമോ? അവരൊന്നും ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചില്ല, വലിയൊരു രോഗം വന്നിട്ടില്ല, വലിയൊരു പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ഒരു മരണകരമായ അനുഭവം അവരുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് എന്ത് പറ്റുമെന്നറിയാമോ? ചെറിയൊരു വിഷയം വന്നാൽ അവർ തളർന്നു പോകും. ഒരു കൊച്ചു വിഷയം മതി, ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ അവരങ്ങ് എന്ത് ചെയ്യും? ക്രിസ്തീയ ജീവിതത്തില് വേണമെങ്കിൽ തള്ളിപ്പറയാൻ പോലും തയ്യാറായി. ഞാൻ അതുകൊണ്ട് ഇപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, ആയുസിന് ആരോഗ്യത്തിനും കുഴപ്പമൊന്നും സംഭവിക്കരുത്, എങ്കിലും ചില പ്രതിസന്ധികളൊക്കെ വരുന്നത് എനിക്ക് തെറ്റില്ല. കാരണം കുഞ്ഞുങ്ങൾ യുദ്ധം പഠിക്കട്ടെ. അപ്പൊ ഇതാണ് നമുക്ക് നമ്മുടെ ഈ ആത്മീക പോരാട്ടത്തിൽ നമ്മൾ ശക്തരായി മാറണമെങ്കിൽ നമ്മൾ ഇത്തരം യുദ്ധങ്ങളെ പരിചയപ്പെട്ടേ മതിയാവും. അങ്ങനെ നമ്മൾ യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ, പോരാട്ടത്തിന് നിൽക്കുമ്പോൾ, നമുക്ക് ഏറ്റവും വലിയ ഉറപ്പെന്ന് പറയുന്നത് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവിടുന്ന് ജയാളിയാണ്, അവിടുന്ന് ജയിച്ചിട്ടേ ഉള്ളൂ. അല്ലേ? പിള്ളേര് വിളിക്കുന്ന ഒരു മുദ്രാവാക്യം ഉണ്ടല്ലോ, തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവ് തോറ്റിട്ടില്ല. തോറ്റതായിട്ട് പിശാച് പോലും ചിന്തിച്ചു പോയി. ക്രൂശിൽ കർത്താവ് തോറ്റുപോയതാണ്. പക്ഷേ സത്യത്തിൽ അത് മരണത്തിന്മേലുള്ള ജയമായിരുന്നു. മരിച്ച് മരണത്തെ അതിജീവിക്കുകയായിരുന്നു നമ്മുടെ കർത്താവ്. മരണം കൊണ്ട് അവിടുന്ന് നമ്മുടെ മരണത്തെ നീക്കുകയായിരുന്നു, റദ്ദ് ചെയ്യുകയായിരുന്നു. ക്രൂശിൽ താൻ അനുഭവിച്ച ആ മരണം എന്ന് പറയുന്നത്. അപ്പോ ആ കർത്താവിന്റെ പുറകിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടുന്ന് ആ കർത്താവിനെ വിളിച്ചത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തു. വിശ്വാസത്തിന്റെ നായകനും വിശ്വാസത്തിന്റെ പൂർത്തി വരുത്തുന്നവൻ. അപ്പോ വിശ്വാസം, നമുക്കൊക്കെ വിശ്വാസമുണ്ട്, പക്ഷേ അത് പൂർണ്ണതയുള്ളതാണോ എന്നൊരു വിഷയമാണ്. പലപ്പോഴും
കാവിശ്വാസവും അരവിശ്വാസവും ഒക്കെ കൊണ്ടാണ് നമ്മൾ ക്രിസ്തീയ ജീവിതം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ തളർന്നു പോകുന്നത്. നമുക്ക് വരുന്ന പ്രതിസന്ധിക്ക് അനുപാതമായ വിശ്വാസം പലപ്പോഴും നമുക്കില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് അടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് കടലിലേക്ക് പോകാൻ പറഞ്ഞ് അങ്ങ് പോകുമെന്ന് പറഞ്ഞു അല്ലേ. ഈ മരത്തോട് കടുകിന്റെ മരം, ആ മരത്തോട് നിങ്ങൾ പറഞ്ഞ് കടലിൽ നട്ടുപോകാന്ന് പറഞ്ഞ് അങ്ങ് പോകുമെന്നാ. അപ്പൊ അതാണ് ആ റേഷ്യോ. നമുക്ക് വരുന്ന പ്രതിസന്ധിക്കൊത്ത വിശ്വാസം നമുക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തളർന്നു പോകുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. നമ്മുടെ കർത്താവ് വിശ്വാസത്തിന്റെ നായകനും വിശ്വാസത്തിന്റെ പൂർത്തി വരുത്തുന്നവൻ. അപ്പൊ ഒന്നാമത്തെ ചിന്ത, ഈ വ്യവസ്ഥ, പോരാട്ടത്തിന്റെ വ്യവസ്ഥ, യേശുവിനെ നോക്കുക, അല്ലെങ്കിൽ യേശുവിൽ ആശ്രയിക്കുക. അവിടുത്തെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുക. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. എന്താണ് ഈ പോരാട്ടത്തിലെ രണ്ടാമത്തെ വ്യവസ്ഥ? 2, വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവരായിരിക്കും. എഴുതണേ, വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവരായിരിക്കും. You shall be with faith and good conscience. Faith, വിശ്വാസവും നല്ല മനസാക്ഷി, ഗുഡ് കോൺഷ്യൻസ്. വായിക്കാം. 1 തിമോത്തയോസ് 11:18-19 രണ്ടാമത്തെ വ്യവസ്ഥയാണ്. 1 തിമോത്തയോസ് 1:18-19. ആ വാക്യം ഒരാള് ഏത് പുസ്തകം എടുത്ത് അൺമ്യൂട്ട് ചെയ്തിട്ട് ശബ്ദമുയർത്തി വായിക്കാം. 1 തിമോത്തയോസ് 1:18-19. നിന്നെ കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. മതി അത് വായിക്കണമല്ല. ആ വാക്യമാണ് നമുക്ക് പ്രധാനം. നീ വിശ്വാസവും നല്ല മനസാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ. അപ്പൊ ഈ യുദ്ധസേവ, ഈ പോരാട്ടം, ഞാൻ പറഞ്ഞു അവിടെ ഉപയോഗിച്ചിരിക്കുന്ന യുദ്ധം, ആ പദം ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. സ്ട്രാറ്റയോൺ എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം സ്ട്രാറ്റയോ, യുദ്ധം ചെയ്യുക, ആത്മീക പോരാട്ടം നടത്തുക, വിശ്വാസത്തിന് വേണ്ടി പോരാടുക, പോരാട്ടം കഴിക്കുക. അപ്പൊ ആ പോരാട്ടത്തിൽ നമ്മളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന 2 പ്രത്യേക ഗുണഗണങ്ങളുണ്ട്. 1 വിശ്വാസം. അതാണ് നമ്മൾ വിശ്വാസത്തിന്റെ നായകൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യമെല്ലാം പറഞ്ഞിരുന്നു. 2 നല്ല മനസാക്ഷി. ഈ പോരാട്ടത്തിൽ ഇത് 2ഉം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശ്വാസവും നല്ല മനസാക്ഷിയും. വിശ്വാസത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു സത്യത്തിൽ എന്താണെന്ന്. അത് വിശ്വാസമുള്ളത് ക്രിസ്തുവിൽ നമ്മൾ ആശ്രയിക്കുക, കർത്താവിൽ നമ്മൾ ചാരുക എന്നൊക്കെയുള്ളതല്ലേ അതിന്റെ അർത്ഥം അല്ലേ? വിശ്വാസം, യേശുവിൽ പൂർണ്ണമായിട്ട് നമ്മൾ ചാരുക. അത് നല്ല ഉറപ്പുള്ളതായിരിക്കും. സത്യത്തിൽ ഈ ഞാൻ നിങ്ങളോടത് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, വിശ്വാസം എന്ന പദം വേദപുസ്തകത്തിൽ ആദ്യം വന്നിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 15:6 അബ്രഹാമിനോട് ദൈവം അബ്രഹാമിനെ കുറിച്ച് പറയുന്നൊരു പദമാണ് അവിടെ. നമുക്കറിയാം, അബ്രഹാം സന്തതിയില്ല, കുഞ്ഞുങ്ങളില്ല, സമ്പത്തുണ്ട്, പക്ഷേ ധാരാളം സമ്പത്തുണ്ട് അല്ലേ. അപ്പോ അവൻ ഏറിയ സമ്പത്തുമായിട്ട് ഇങ്ങനെ കനാൻ ദേശത്ത് വന്ന് പാർത്തപ്പോഴാണ് സത്യത്തില് ഒരു യുദ്ധമൊക്കെ നടന്ന്, നമുക്കറിയാം, ലോത്തിനെയും കൂട്ടരെയും പിടിച്ചുകൊണ്ട് വന്ന് രാത്രിയിൽ ഇങ്ങനെ ഭാരത്തോടെ ഇരിക്കുമ്പോഴാണ് ദൈവം അവന് പ്രത്യക്ഷപ്പെടുന്നത്. ഞാൻ നിന്റെ പരിചയും
അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. സത്യത്തിൽ അവിടെ പ്രതിഫലം എന്നുള്ളതിന്റെ അർത്ഥം എന്താന്ന്, റിവാർഡ്. റിവാർഡ് എന്ന് പറഞ്ഞാല് ഞാൻ നിനക്ക് ഒരു എന്താ പറയുന്നത്, വേതനം ഞാൻ നിനക്ക് നിന്റെ അതിമഹത്തായ എന്ന് പറഞ്ഞാൽ എക്സീഡിങ്, അതിദ്രുതം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന റിവാർഡ് നിനക്ക് തരിക, പ്രതിഫലം തരിക. ഈ റിവാർഡ് എന്തിനാ? ദൈവത്തിന്റെ യുദ്ധം നടത്തിയതിന്. മനസ്സിലായോ? ലോത്തിനെയും കൂട്ടി കേദർലായോമറിന്റെ കൂട്ടത്തിലുള്ള 5 രാജാക്കന്മാർ വന്ന് പിടിച്ചോണ്ട് പോയി. അവരെ ചെന്ന് തിരികെ കൊണ്ടുവന്നു. സത്യത്തിൽ ആ യുദ്ധം ദൈവത്തിന് പകരമായി നിന്നാണ് അബ്രഹാം ചെയ്തത്. അതിന്റെ പ്രതിഫലം, അതിന്റെ വേതനം, അതിന്റെ കൂലി അല്ലെങ്കിൽ അതിന്റെ ശമ്പളം, അതാണ് ദൈവം പറഞ്ഞത്, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവും നിനക്ക് ഞാൻ അതിന്റെ വേതനം തരാം എന്ന് പറഞ്ഞപ്പോഴാണ് അബ്രഹാം പറഞ്ഞത്, കർത്താവേ അതെനിക്ക് ധാരാളമുണ്ട്. ഇപ്പൊ തന്നെ 318 ചെറുപ്പക്കാര് വീട്ടിൽ, യോദ്ധാക്കൾ, പോരാളികളായ 318 ചെറുപ്പക്കാരെ ആ വീട്ടിൽ വളർത്തുക. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, അത്യാവശ്യം ഒരു മെഗാ ചർച്ച നടത്താനുള്ള ആളുകളുണ്ട് വീട്ടിനകത്ത് തന്നെ. അതും ആരാ? അഭ്യാസികള്. അപ്പൊ എനിക്ക് തോന്നുന്നു വീട്ടിലൊരു കളരി ഉണ്ടെന്നാ തോന്നുന്നത്. CVN കളരി എന്നൊക്കെ പറയുന്നത് പോലെ അബ്രഹാം വീട്ടിലൊരു കളരി നടത്തുന്നുണ്ട്. അടിതട മുറയുടെ ഒരു കളരി ഉണ്ടെന്ന്. ഇനി അത് നാടനായിരുന്നോ, കുങ്ഫു ആയിരുന്നോ, കരാട്ടെ ആയിരുന്നോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഏതാണെങ്കിലും അബ്രഹാം ഒരു കരാട്ടെ ക്ലാസ് നടത്തുന്നുണ്ടായിരുന്നു. അതിന് കൂലിക്കെടുത്തവരൊന്നും അല്ല വന്ന് പഠിച്ചത്, വീട്ടിൽ തന്നെ 318 അഭ്യാസികളെ പഠിപ്പിക്കുക. അവന്റെ ദാസന്മാരാത്. അപ്പോ 318 ചെറുപ്പക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അപ്പനും അമ്മയില്ലേ? അവരുടെ അപ്പനും അമ്മയും കൂടെ ഇല്ലേ ഈ കൂട്ടത്തിൽ? അല്ലാതെ ഇവരെ മാത്രമായിരിക്കുമോ എടുത്തത്? അപ്പൊ ഇവരുടെ എല്ലാം അപ്പനും അമ്മയും. അപ്പൊ നോക്കുമ്പോ സത്യം പറഞ്ഞ ഒരു കുമ്പനാട് കൺവെൻഷന്റെ ആളുണ്ട് അബ്രഹാമിന്റെ വീട്ടിൽ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്നും സമൂഹ സന്ധ്യ. ഒരു ജനറൽ കൺവെൻഷനൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാ? നിങ്ങളത് ആലോചിച്ച്. അബ്രഹാമിന്റെ അടുക്കളയിൽ എന്നെ തിരക്കായിരിക്കും. ഈ 318ന്റെ കൂടെ അത്ര ഇരട്ടി കൂട്ടിയില്ലെങ്കിലും അത്രയും കൂടെ ആളുകളെങ്കിലും കാണുകയല്ലേ? അവരുടെ അമ്മയോ അല്ലെങ്കിൽ അപ്പനോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ഒക്കെ ആയിട്ട് ഇവർക്കെല്ലാം ആഹാരം കൊടുത്ത് അടിതടമുറ പഠിപ്പിച്ച് അവരെ വീട്ടിൽ വളർത്തുക അബ്രഹാം എന്നാ പറഞ്ഞത്. നമ്മൾ ഓർത്തത് അബ്രഹാമിന്റെ കൂടാരോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇതുണ്ടല്ലോ, ഈ തണ്ണിമത്തന്റെ കട വഴിയിൽ വെക്കുകയല്ലേ, ഈ ചാക്ക് മറച്ച് പ്ലാസ്റ്റിക് ചാക്ക് കെട്ടി, അങ്ങനെ ഏതാണ്ട് ഈ തണ്ണിമത്തൻ കട പോലെ ഏതാണ്ട് അബ്രഹാം കൊണ്ട് നടക്കുകയായിരുന്നെന്നാണ് നമ്മുടെയൊക്കെ ചിന്ത. അതുകൊണ്ട് അതല്ല കേട്ടോ. അബ്രഹാം എവിടെയെങ്കിലും കൂടാരം അടിച്ചാലുണ്ടല്ലോ അങ്ങ് കിടക്കുക. എത്ര എണ്ണം കിടന്നുറങ്ങേണ്ട സ്ഥലമാണെന്നറിയാവോ? അപകടം ഉണ്ടാക്കണം, അവരുടെ അഭ്യാസം നടത്തണം എന്ന് പറഞ്ഞ ഒരു പ്രദേശം മൊത്തം അങ്ങ് പാളയം ഇറങ്ങുക അബ്രഹാമും പാട്ടി. നമ്മുടെ ആ ചിന്തയിലേക്ക് വന്നേ. നമ്മൾ ഈ അബ്രഹാം കൂടാരം അടിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് കുട നൂർത്തിട്ട് അതിന്റെ കീഴെ നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ മറ്റേ ലോട്ടറിക്കാർ നിൽക്കുന്ന പോലെ ഒരു കുട നൂർത്ത് വെച്ചിട്ട് അതിന്റെ കീഴെ അബ്രഹാമും സാറേ ഇരിക്കുകയാണെന്നോ മറ്റാ നമ്മുടെ ചിന്ത. അതൊക്കെ നമുക്ക് മാറിക്കേ. അബ്രഹാം സാറേ മാത്രമല്ലെന്ന് 318 ചെറുപ്പക്കാര്. അപ്പൊ അവർക്ക് ആഹാരം വെക്കാനും വിളമ്പാനും അവരെ പരിചരിക്കാനും എന്താ ആളുകളാ വീട്ടിൽ നിന്നറിയാമോ? ഇത്രയും സന്നാഹങ്ങൾ, ആടുമാടുകൾ, ദാസന്മാർ. അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. ആ അബ്രഹാമിനോടാ ദൈവം പറഞ്ഞത്, നീ യുദ്ധത്തിന് പോയതിന്റെ കാശ് ഞാനങ്ങ് തന്നേക്കാം, കൂലിയെ ഞാൻ നിനക്ക് അതിമഹത്തായ പ്രതിഫലം, ഞാൻ അതിന്റെ പ്രതിഫലം അങ്ങ് തന്നേക്കാമെന്നാ പറഞ്ഞത്. ഇനി കുറേം കൂടെ കിട്ടിയിട്ട് എന്നെ എടുക്കാരാ?
അപ്പൊ അബ്രഹാം പറഞ്ഞത് എന്റെ പൊന്നുടയതെ അത് വേണമെന്നില്ല, കാരണം ഇപ്പൊ തന്നെ ആവശ്യത്തിനുണ്ട്, ഇപ്പൊ തന്നെ എന്തെങ്കിലും ഉണ്ട്. എനിക്കിപ്പോ വേണ്ടത് മുതലല്ല, അത് അനുഭവിക്കാൻ ഒരു അവകാശിയെ. ഈ ദൈവം അനുഗ്രഹിച്ചാൽ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ നോക്കണം കേട്ടോ. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചെന്നൊക്കെ പറഞ്ഞപ്പോ നമ്മൾ ഓർത്ത് തലയെ കൈവച്ച് ഇന്നത്തെ പാസ്റ്റർമാര് യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുന്ന പോലെ മുടിയൊക്കെ പിടിച്ച് ഉഴപ്പി തലയിട്ട് കുലുക്കിയത് ഏതാണ്ടാണെന്ന്. അയ്യോ, ഇതെല്ലാം കൂടെ അങ്ങ് കൊടുത്തില്ലേ ദൈവം? ഇപ്പോൾ അബ്രഹാം പറയുക, കർത്താവേ ഇനിയും തന്നാൽ ഞാൻ എന്നെ എടുക്കും, അടിമഹത്തെ അതിദ്രുതം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഫലം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞപ്പോഴാ അബ്രഹാം പറഞ്ഞു, എനിക്കത് വേണ്ട, എനിക്കത് അനുഭവിക്കാൻ എനിക്കൊരു അവകാശിയെ നീ തന്നിട്ടില്ലല്ലോ. എന്നിട്ട് അവൻ ചൂണ്ടിക്കാണിക്കുക ഈ എലിയാസർ എന്ന് പറഞ്ഞാൽ പണ്ടേ മെസപ്പൊത്തോമിയെ കൊണ്ട് ഇറങ്ങിപ്പോയ കാലഘട്ടത്തിലെ അവിടുന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ദാസനാണ് എലിയാസർ. അവനെ വീട്ടിലെ ദാസനാക്കി എന്ന് പറഞ്ഞാൽ ദാസന്മാർ ഒത്തിരി ഉണ്ട്, പക്ഷേ അബ്രഹാം പുത്രതുല്യം സ്നേഹിച്ച സകലത്തിന്റെയും അവകാശിയെ പോലെ കാര്യവിചാരം നടത്താൻ ആക്കി വെച്ചിരിക്കുന്നവനെ എലിയാസർ. അപ്പൊ അബ്രഹാം അവനെ ചൂണ്ടിക്കാണിച്ചിട്ടാ പറഞ്ഞത്, ഇവൻ എന്റെ അവകാശിയാകും. അതാ അപ്പനും അമ്മയും ഇല്ലാതെ വന്നു കഴിഞ്ഞ മക്കളില്ലാതെ വന്നാൽ കാലഘട്ടത്തിൽ അവരുടെ മുതൽ അനുഭവിക്കുന്നത് അവർക്ക് പ്രിയപ്പെട്ട ദാസനായിരിക്കും, ദാസന്റെ തലയിലായിരിക്കും ആ സമ്പത്ത് മുഴുവൻ. അവരുടെ കാലശേഷം മരിച്ചു പോയാൽ അവരുടെ ഉത്തരവാദിത്വം ആരെ ഏറ്റെടുക്കും? മക്കളില്ലല്ലോ. അപ്പൊ പിന്നെ എലിയാസറിനാകും. അബ്രഹാം അറിഞ്ഞോ, എടാ പൊന്നു കുഞ്ഞ, നിനക്കൊരു കുഞ്ഞുണ്ടാകുകയും ചെയ്യും, അവന് കെട്ടുപ്രായമാകുമ്പോ കല്യാണം ആലോചിക്കാൻ പറഞ്ഞു വിടാൻ ദല്ലാളാക്കിയ ദൈവം ഇവനെ കൊണ്ട് ഇവിടെ വീട്ടിൽ നിർത്തിയിരിക്കുന്നത്. ഇത് വല്ലതും നിനക്കറിയാവോ? ദൈവത്തിന്റെ പദ്ധതിയെ എലിയാസറിനെ നിന്റെ അവകാശിയാക്കാനല്ല, നിനക്കൊരു സന്തതി ഉണ്ടാകും, ആ സന്തതിക്ക് കെട്ടുപ്രായമാകുമ്പോഴത്തേക്ക് അവന് കല്യാണം ആലോചിക്കാൻ ഒരാൾ ദല്ലാള് വേണ്ടേ? അന്ന് ഈ മാട്രിമോണിക്കാരൊന്നും ഇല്ലല്ലോ. അപ്പൊ ഒരു ദല്ലാളിനെ പറഞ്ഞു അതിന് വെച്ചിരിക്കുക, ഇവനെ അതിന് നേരത്തെ കൊണ്ട് നിർത്തിയിരിക്കുക. ഇതെല്ലാം ഇവൻ അറിയുന്നുണ്ട്, അബ്രഹാം അറിയുന്നുണ്ട്. അബ്രഹാം ഉണ്ടാ പറഞ്ഞത്, കർത്താവേ നീ എനിക്ക് അവകാശിയെ തന്നിട്ടില്ല, ഇവൻ എലിയാസർ എന്റെ അവകാശിയാകുന്നത്. അപ്പോഴാ ദൈവം പറഞ്ഞതില്ല, നിന്റെ ഉദരത്തിൽ നിന്നും പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും. എന്നുവെച്ചാ ദൈവം പറഞ്ഞത്, ഇങ്ങോട്ട് വാ, പുറത്തിറങ്ങി വാ. അവനെ പുറത്തു കൊണ്ടുവന്നു എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു ചെറിയ ഉടക്ക് കിടപ്പുണ്ട്. അപ്പൊ ഇത്രയും നേരം അബ്രഹാം ഇരുന്നത് എവിടെയാ? അവനെ പുറത്തു കൊണ്ടുവന്നു. അപ്പൊ എവിടെയാ ഇത്രയും നേരം അബ്രഹാം ഇരുന്നത്? അകത്ത്. ഇതായി പറ്റുന്നത്. ഈ ചിലർ എന്ത് ചെയ്യുന്നറിയാമോ? എന്ത് ചെയ്താൽ ഈ ഇത്തിരിവട്ടം വിട്ടു പോകുകയില്ല. ഇത്തിരിവട്ടം, നമ്മൾ അതിപരിചയമുള്ള സ്ഥലത്ത് ഇങ്ങനെ അവന്റെ കൂടാരം, അതിനകത്ത് മച്ചിയായ സാറ, പിന്നെ എലിയാസർ, ഇത്രയും പേരൊക്കെ ഉള്ള ഇത് കണ്ടോണ്ട് ഇങ്ങനെ ഇതാകുമ്പോ അതിപരിചയമുള്ള നമ്മൾ ഈ എപ്പോഴും ഉണ്ടല്ലോ ഈ കംഫർട്ട് സോൺ വിട്ടുപോകാൻ നമുക്ക് പാടാം. നമുക്കൊരു കംഫർട്ട് സോൺ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കർത്താവിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ചില കംഫർട്ട് സോൺ നമ്മൾ വിടാൻ തയ്യാറാകണം. നിങ്ങളൊക്കെ അങ്ങനെ ഒതുങ്ങിയിരിക്കുന്നവനാ, ഞാനും അങ്ങനെ ഒതുങ്ങിയിരുന്നവനാ ഒരു കാലത്ത്. എനിക്ക് എന്റെ ജീവിതത്തിൽ വലിയ ഇന്ത്യയുടെ പ്രസിഡന്റ് ആകണമെന്നോ വലിയ ഉന്നത നേതാവാകണമെന്നോ വലിയ പെന്തിക്കോസ്ത പ്രസ്ഥാനത്തിന്റെ തലവനാകണമെന്നോ ഒന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഏറ്റവും ആഗ്രഹിച്ചത് ആരോടും ബാധ്യതയില്ലാത്തൊരു 10 കാശുണ്ടാക്കാം. കാരണം ഒരു പാസ്റ്ററുടെ മകനായിരുന്നേ, ഒത്തിരി പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിച്ച വളർന്നു വന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആരെയും ദ്രോഹിക്കാതെ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി ജീവിക്കാൻ 10 കാശുണ്ടാക്കണം. അതിന് ഞാൻ ആകെ ആഗ്രഹിച്ചത് ഗൾഫിൽ ഒരു ജോലിക്ക് പോകണമെന്ന്. അതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ക്രമീകരിച്ചു. ഓഹാറായപ്പോഴത്തേക്ക് പണ്ടത്തെ ആദ്യത്തെ ഗൾഫ് യുദ്ധം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ ഗൾഫ് യുദ്ധം വന്ന് എനിക്ക് എൻ്റെ ചാൻസ് നഷ്ടപ്പെട്ടു.
അല്ലെങ്കിൽ ഗൾഫിൽ എവിടെയെങ്കിലും ജോലി ചെയ്ത് ഇപ്പോ ചുമച്ചും കുറച്ചും മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ കഴിയേണ്ടവനായിരുന്നു. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച് ഇത്രയേ ഉള്ളൂ. എന്നിട്ട് അവിടെ ചെന്നൊരു 5-10 വർഷം മതിയെന്നേ. ഒത്തിരി പൈസയൊന്നും എനിക്ക് ആവശ്യമില്ല. അത്യാവശ്യം, കാരണം എൻ്റെ അപ്പൻ മാസ്റ്റർ ആയതുകൊണ്ടൊരു നല്ല വീടൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്ക്. ഈ പ്രീത്തോമിലും വാടക വീട്ടിലും ഒക്കെ കിടന്ന് ഇങ്ങനെ ജീവിച്ചുകൊണ്ട് വീടെന്ന് പറയാനൊരു നല്ല വീടൊന്നും ഇല്ല. അപ്പം ഞാൻ ആഗ്രഹിച്ചതേ ഉള്ളൂ, ഒരു 10 സെന്റ് സ്ഥലവും വേണം, ഒരു മാന്യമായ ഒരു നല്ല വീടും വേണം. ഇത്രയും ഉണ്ടാക്കിയിട്ട് വല്ല കച്ചവടം ഇട്ടണം. വീടിന് വാതുക്കലാണെങ്കിലും വല്ല മാടക്കട ഇട്ടാണെങ്കിലുവേ നിത്യവരുമാനത്തിന് എന്തെങ്കിലും ഒരു സംവിധാനം ഒരുക്കിയിട്ട് കർത്താവിന്റെ വേല ചെയ്യണം. അതെനിക്ക് നിർബന്ധമായിരുന്നു. കാരണം ഞാൻ ചെറുപ്പം മുതലേ കർത്തൃവേലയിൽ വ്യാപൃതനായിരുന്നു. സൺഡേ സ്കൂൾ അധ്യാപകനായി, PIP പ്രവർത്തനങ്ങളായി, പരസ്യങ്ങളായി, മീറ്റിങ്ങുകളായി ഇങ്ങനെ ഓടി നടന്ന് കർത്താവിന്റെ വേല ചെയ്ത ആളാണ്. അപ്പൊ ഞാൻ ആകെ ആഗ്രഹിച്ചതാ, കർത്താവേ ആർക്കും ഒരു അല്ലലും അലട്ടലും ഉണ്ടാകാതെ, ആരോടും മുമ്പിൽ കൈ നീട്ടാതെ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി 10 പൈസ ഉണ്ടാക്കണം, ഒരു വീടുണ്ടാക്കണം, എന്നിട്ട് കർത്താവിന്റെ വേല ചെയ്യണം. എന്റെ ആ കംഫർട്ട് സോൺ ദൈവം തകർത്ത് കളഞ്ഞു. ഇതാണ് ഈ പലപ്പോഴും നമ്മൾ ഇരിക്കുന്ന ദൈവപ്രവൃത്തി കാണാൻ തടസ്സമായി ഇരിക്കുന്ന എന്നാന്നറിയാമോ? നമ്മുടെ ഈ കംഫർട്ട് സോൺ. അബ്രഹാം ഈ കൂടാരത്തിന്റെ ഉള്ളിൽ ഒതുങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇവിടെ തന്നെ ഇരിക്കുക. ദൈവം അപ്പോഴവൻ കാണുന്നത് എന്നാന്നറിയാമോ? മച്ചിയായ സാറയും അവകാശിയാകാൻ പോകുന്ന എലിയാസറയും. ഇതിൽ കൂടുതൽ എന്നാ കാണാനാ? ഇത്രയേ ഉള്ളൂ. അപ്പോഴാ ദൈവം പറഞ്ഞു, നീ പുറത്തിറങ്ങി വാ, ഞാൻ ചിലത് കാണിക്കാം നിന്നെ, കേട്ടോ. ഈ ചിലരെ ദൈവം പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൂതും കൂടെ പറഞ്ഞേക്കാം. ഇങ്ങനെ ഇരിക്കാനല്ല ദൈവം വിളിച്ചത്, കേട്ടോ. ഇങ്ങനെ നിന്റെ കംഫർട്ട് സോണിനകത്ത് ഒതുങ്ങിയിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. യു ഹാവ് ടു കം ഔട്ട്. നീ പുറത്തു വരേണ്ടതുണ്ട്. കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ചിലർ പുറത്തിറങ്ങണം, കേട്ടോ. കംഫർട്ട് സോൺ വിടണം. പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് മാനത്തേക്ക് വിരൽ ചൂണ്ടി ദൈവം ചോദിച്ചത്, ഇതാ അങ്ങോട്ട് നോക്കിക്കേ, നീ എന്നതാ കാണുന്നേ? നീ എന്നെ കാണുന്നേ? അവൻ പറഞ്ഞു, നക്ഷത്രങ്ങള്. എണ്ണം പറഞ്ഞു എത്രയുണ്ടെന്ന്. അബ്രഹാമിന് എണ്ണാൻ നോക്കോ? അവൻ പറഞ്ഞു, കാണും എന്റെ പൊന്നോടെ വേറെ വല്ലതും പറ, ഇതുമെല്ലാം എണ്ണി തീർക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? ഇതെന്താ ദൈവം ഈ പറയുന്നേ? ആകാശത്തിലെ നക്ഷത്രങ്ങൾ ചൂണ്ടിക്കാട്ടി, നിങ്ങൾ നോക്ക്, നല്ല രാത്രിയിൽ, ഇരുട്ടുള്ള രാത്രിയിൽ ആകാശത്തേക്ക് നോക്കിയാൽ മിന്നിത്തിളങ്ങുന്ന കോടാനുകോടി നക്ഷത്രങ്ങളല്ലേ, എണ്ണാൻ നോക്കുവോ? അതുമല്ലോ. അബ്രഹാം പറഞ്ഞു, എന്റെ പൊന്നോടെ എനിക്ക് എണ്ണാൻ പറ്റുകയില്ല. ദൈവം പറഞ്ഞു, ആണോ? എന്നാ ഞാൻ ഇതുപോലെ നിനക്ക് സന്തതിയെത്ത്. ഞാൻ ഒരു മർമ്മം കൂടെ പറയാം. എന്റെ പൊന്നു കുഞ്ഞെ അബ്രഹാമേ, നീ കൂടാരത്തിനകത്ത് പൊടി തപ്പി മച്ചിയായ നിന്റെ സാറയും കണ്ട് അവകാശിയാകാൻ പോകുന്ന അടിമയും കണ്ടോണ്ട് നീ വട്ടം കറങ്ങുമ്പോഴും ഈ നക്ഷത്രങ്ങൾ മാനത്തുണ്ടായിരുന്നു. പക്ഷെ ഇത് കാണാൻ നിനക്ക് പ്രാഗൽഭ്യം കിട്ടിയില്ല, അതാ കുഴപ്പം. ഇപ്പൊ പലരും ഈ ഇറങ്ങാൻ പേടി. എന്നാന്നറിയോ? കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയ എങ്ങനെയാകും? ഇതാരോടോ ദൂതാണല്ലോ ഈ വരുന്നത്. ഞാൻ ഇറങ്ങിയ എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെയാകും? എന്റെ ഭാവി എങ്ങനെ ആകും? വരുമാനം എങ്ങനെയുണ്ട്? എന്റെ പൊന്നു കുഞ്ഞെ, നീ മാനത്തോട്ടം നോക്കി, നിന്റെ വാഗ്ദത്തത്തിന്റെ നക്ഷത്രങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്നറിയാമോ? 1, 2 അല്ല, നീ എണ്ണാൻ തുടങ്ങിയാൽ എണ്ണി തീർക്കാൻ കഴിയാത്തതുപോലെ നിന്റെ അനുഗ്രഹങ്ങളുടെ നക്ഷത്രങ്ങൾ, വാഗ്ദത്തത്തിന്റെ നക്ഷത്രങ്ങൾ ആകാശത്തുണ്ട്. ഇത് നീ മനസ്സിലാക്കുക. പുറത്തിറങ്ങിയിട്ട് കാണിച്ചു എണ്ണ. അവൻ പറഞ്ഞു, എനിക്ക് വയ്യ, പറ്റുകയില്ല. ആന്നോ? എന്നാ ഇതുപോലെ ഞാൻ നിനക്ക് സന്തതിയെ തരും. അവിടെയാണ് 6ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അല്ലേ? എടുത്തേ വന്ന ഉൽപ്പത്തി 15:6 എടുത്തേ. ഉൽപ്പത്തി 15:6. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അവനവന് നീതിയായി കണക്കിട്ടു. അവൻ യഹോവയിൽ, അബ്രഹാം യഹോവയിൽ അവിടെയാണ് വേദപുസ്തകത്തിൽ ആദ്യം വിശ്വസിക്കുക എന്ന പദം വന്നത്, കേട്ടോ.
വിശ്വസിക്കുക എന്ന പദം വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യമുള്ള പദമല്ലേ ഈ വിശ്വാസം അല്ലേ? വിശ്വസിക്കുക എന്നുള്ളത് നമ്മളെ ഇപ്പം വിളിക്കുന്ന പേര് തന്നെ വിശ്വാസികളല്ലേ അല്ലേ? ഈ പദം വേദപുസ്തകത്തിൽ ആദ്യം വന്നത് ഉൽപ്പത്തി 15:6 ആരുടെ കൂടെ? അബ്രഹാമിന്റെ കൂടെ. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അവനിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്നാന്നറിയാമോ? ഞാനത് പറഞ്ഞെന്ന് തോന്നുന്നു. അമാൻ എന്നൊരു പദമാണ്. AMAN, അമാൻ. വിശ്വസിക്കുക എന്നുള്ളതിന്റെ എബ്രായ പദമാണ് ഞാൻ പറഞ്ഞത്. അമാൻ, 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 AMAN. എന്താ ഈ ആമേൻ? സത്യത്തിൽ ഈ ആമേൻ എന്നുള്ള പദമുണ്ടല്ലോ, എബ്രായരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല. നമ്മള് പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്ക്, അവസാനം എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരാൾ പ്രാർത്ഥിക്കും, അത് ആരും കേൾക്കുകയില്ല, കാണുകയില്ല. അന്നേരം ചിലര് ബഹളം വെച്ച് കൈ മേടിച്ച് അന്യഭാഷയും പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എന്നതാണ്, കേൾപ്പിക്കുകയില്ല. യേശുവിന്റെ നാമത്തിൽ തന്നെ എന്ന് പറഞ്ഞപ്പോ ഉറക്കം തൂങ്ങിയിരുന്നവനും ആമേൻ. എന്നെ അറിഞ്ഞോണ്ട ഇവൻ ഈ ആമേൻ പറഞ്ഞ്. നമുക്കത് ആമേൻ. സത്യത്തിൽ ഈ എബ്രായൻ ആമേൻ എന്ന് പറയുന്നതിന്റെ അർത്ഥമാണല്ലോ ആ പദം, അതിന്റെ വാച്യാർത്ഥം. ആമേൻ എന്ന പദത്തിന്റെ വാച്യാർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാനൊരു വാക്യം പറയാം. യെശയ്യാ പ്രവചനം എന്നെടുത്ത്, യെശയ്യാ പ്രവചനം 22-ാമത്തെ അധ്യായം ഒന്നെടുത്ത്. 22, യെശയ്യാ പ്രവചനം 22-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യെശയ്യാ 22:23. ഉറപ്പുള്ള സ്ഥലത്ത് ഒരാണി പോലെ ഞാൻ അവനെ തറയ്ക്കും. നിങ്ങളവർക്ക് ഒരു പുലബന്ധമുള്ള വാക്യമല്ലല്ലോ ഇതെന്നല്ലേ? ഇതാ വാച്യാർത്ഥം. ഇത് ഹിസ്കിയാ രാജാവിന്റെ ദാസനായ ഹിൽക്കിയാവിന്റെ മകനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളത് മുകളിലോട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ കിടപ്പുണ്ട്. ഞാൻ ഹിൽക്കിയാവിന്റെ മകനായി എന്റെ ദാസനായ എല്യാക്കീമിനെ വിളിക്കും എന്ന് പറഞ്ഞിട്ട് അവനെ കുറിച്ചായി പറയുന്നത്. ഹിസ്കിയാ രാജാവിന്റെ ദാസൻ അവനെ കുറിച്ച് പറയുക, ഞാൻ അവനെ ഉറപ്പുള്ള സ്ഥലത്ത് ഒരു ആണി പോലെ തറയ്ക്കും. ഉറപ്പുള്ള സ്ഥലം എന്നൊരു പദം കണ്ടോ? ഉറപ്പുള്ള സ്ഥലം, അതാ ആമേൻ. ഉറപ്പുള്ള സ്ഥലം ആമേൻ. ആമേൻ എന്നുള്ളതിന്റെ സത്യത്തിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഉറപ്പുള്ള സ്ഥലം. അതെ, അവിടെ ഒരു ആണി എന്നുള്ളതിന് എബ്രായ ഭാഷയിൽ യാത്തയിട് എന്നാണ് പറയുന്നത്. യാത്തയിട് അത് മരം കൊണ്ടോ ലോഹം കൊണ്ടോ ഉള്ളതാണ്. അക്കാലത്തില് അത് ലോഹം എന്ന് പറഞ്ഞാൽ ചിലപ്പം പിത്തളയോ ചെമ്പോ ഒക്കെ ആയിരിക്കാം അന്നത്തെ ആണിയെ. അപ്പൊ അത്ര ആണിയുണ്ടാകും. ആൾക്കാലത്ത് ജനം കൂടാരം അടിക്കുമ്പോഴേ ഈ കൂടാരത്തിൽ അവിടെ ഉറപ്പുള്ള സ്ഥലത്ത് ആണി തറച്ചു വെച്ചേക്കും. കൂടാരത്തിൽ എന്തിനാണെന്നറിയാമോ? കൂടാരത്തിൽ പാർക്കുന്നവർ വെളിയിൽ പോയിട്ട് അകത്ത് വരുമ്പോഴത്തേക്ക് പുറങ്കുപ്പായം ഊരി തൂക്കിയിടാൻ. നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ള ചില ഹാങ്ങറുകൾ തറച്ചു വെക്കുകയല്ലേ, നമ്മുടെ പാന്റ് ഷർട്ടും ഒക്കെ തൂക്കിയിടാൻ വേണ്ടി നമുക്കിന്ന് കടയിൽ വാങ്ങിക്കാൻ കിട്ടും ആ സാധനം. അത് നമ്മൾ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മള് ഭിത്തിയിൽ തറച്ചിട്ട് നമ്മുടെ പാൻസ് ഒക്കെ ഊരി നമ്മൾ അതിൽ തൂക്കിയായിടും. ചിലപ്പോ ഷർട്ടും ഒക്കെ അതില് തൂക്കിയായിടുന്നത്, ജാക്കറ്റൊക്കെ അതിലൊരുക്കി തൂക്കിയിടും. അങ്ങനെ പഴയ കാലഘട്ടങ്ങളിൽ മനുഷ്യന് വീടല്ലല്ലോ, കൂടാരമല്ലേ. അപ്പൊ ഈ കൂടാരത്തിൽ കുറ്റിയോട് ചേർത്ത് ഉറപ്പുള്ള സ്ഥലത്താണ്. അത് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ 24-ാമത്തെ വാക്യം വായിച്ച്, 24 വായിച്ചു.
അവർ അവന്റെ മേൽ അവന്റെ പിതൃഭവനത്തിന്റെ സകല മഹത്വത്തെയും സന്തതിയെയും പ്രജയെയും കിണ്ണം മുതൽ തുരുത്തി വരെയുള്ള സകലവിധ ചെറുപാത്രങ്ങളെയും തൂക്കിയിടും. നോക്കിക്കേ, കിണ്ണം മുതൽ സകല തുരുത്തി വരെയുള്ള, അപ്പൊ പാത്രങ്ങൾ അവരുപയോഗിക്കുന്ന പാത്രങ്ങളാണ് ഈ കിണ്ണം എന്ന് പറയുന്നത്. തുരുത്തികൾ വെള്ളം കൊണ്ടുപോകാൻ, യാത്ര ചെയ്യുമ്പോഴൊക്കെ വെള്ളം കൊണ്ടുപോകാൻ തോല് കൊണ്ട് കുത്തിയെടുത്തിരിക്കുന്ന തൊകൽ കുപ്പികളാണ് ഈ തുരുത്തി. അപ്പൊ ഈ തുരുത്തിയൊക്കെ യാത്ര ചെയ്തേച്ച് തിരികെ വരുമ്പോഴത്തേക്ക് ഈ തുരുത്തി നിലത്തിടാൻ പറ്റുകയല്ലോ, പൊടി പറ്റി വൃത്തികേടാകും. അത് തൂക്കിയിടാനായിട്ട് കൂടാരത്തിന്റെ കുറ്റിയോട് ചേർത്ത് ഉറപ്പുള്ള സ്ഥലത്ത് അവരെന്ത് ചെയ്ത ആണി തറച്ചു വെക്കും. ഈ ആണി തറയ്ക്കുന്നത് ഉറപ്പുള്ള സ്ഥലത്തായിരിക്കണം, ഇല്ലെങ്കിൽ പറ്റുന്നത് എന്നതാ. താഴോട്ട് വായിച്ചേ, അപ്പൊ കാണാം, തൂക്കിയിടും. 26 വായിച്ചേ, 25 വായിച്ചേ. അന്നാളിൽ ഉറപ്പുള്ള സ്ഥലത്ത് തറച്ചിരുന്ന ആണി ഇളകിപ്പോകുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അത് മുറിഞ്ഞു വീഴുകയും അതിന്മേലുള്ള ഭാരം തകർന്നു പോവുകയും ചെയ്യും. യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ഉറപ്പുള്ള സ്ഥലത്ത് തറച്ചാൽ തന്നെ ചിലപ്പോ അത് മുറിഞ്ഞു പോയേക്കാം, ഇല്ലെങ്കിൽ അത് തകർന്നു പോയേക്കാം. അതിൽ തൂക്കിയിട്ടിരുന്ന എല്ലാം എന്ത് ചെയ്യും? നിലത്ത് വീണ് നാശം ഭവിക്കാം. അപ്പൊ അതുകൊണ്ട് കൂടാരത്തിനകത്ത് ആണി തറയ്ക്കുന്നത് ഉറപ്പുള്ള സ്ഥലം, അതാമേ, ഉറപ്പുള്ള സ്ഥലം. ഉറപ്പുള്ള സ്ഥലത്ത് ആണി തറയ്ക്കുക എന്നുള്ളതിനാണ് വിശ്വാസം എന്ന് പറയും. പറഞ്ഞു മനസ്സിലായോ? എവിടാ നമ്മുടെ ഭാരങ്ങൾ തൂക്കിയിടുന്നേ? നമ്മൾ എവിടാ നമ്മുടെ ഭാരങ്ങളൊക്കെ കൊണ്ട് തൂക്കിയിടുന്നേ? നമ്മുടെ വേദനകളും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ഭാരങ്ങളും ഒക്കെ എവിടാ കൊണ്ട് തൂക്കിയിടുന്നത്? അതാണ് ദൈവത്തിലുള്ള വിശ്വാസം. ആ വിശ്വാസമാണ് നമ്മുടെ ആണി. അത് ഉറപ്പുള്ള സ്ഥലത്ത് ദൈവത്തിലാണ് നമ്മൾ ആണി തറയ്ക്കേണ്ടത്. അല്ലേ? അമേരിക്കയിൽ നിന്ന് വരുമെന്നോ, മക്കള് തരുമെന്നോ, നാട്ടുകാര് ഉണ്ടാക്കി തരുമെന്നോ ഉള്ള വിശ്വാസത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? ഞാൻ ഇന്ന് രാത്രി ഒരു ദൂതും കൂടെ പറയാം. എന്റെ പൊന്നു കുഞ്ഞെ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. നീ എവിടെ വിശ്വസിക്കണമെന്നറിയാമോ? എത്ര വലിയ ഭാരമുണ്ടോ, നീ ചുമക്കുന്ന എത്ര വലിയ കനമുള്ളതാണെങ്കിലും അത് തൂക്കാൻ പറ്റുന്ന ആണി തറയ്ക്കാൻ കഴിയുന്നത് ദൈവത്തിൽ മാത്രമാണ്. അതാ വിശ്വാസം. നിങ്ങളൊന്ന് സങ്കല്പിച്ച്, നമ്മുടെ ഭിത്തിയിൽ നല്ലൊരു ആണി തറച്ചിട്ട് എത്ര ഭാരമുള്ള വസ്തു അതിൽ തൂക്കിയാലും ആ ആണി മുറിഞ്ഞു പോകാതെ അതിനെ തൂക്കിപ്പിടിക്കുന്നത് പോലെ നീ ദൈവത്തിൽ അർപ്പിച്ച വിശ്വാസം ഏത് വിഷയത്തിന്മേലാണോ അതിനെ തൂക്കിപ്പിടിക്കാൻ ശക്തിയുള്ളത്. അതാ വിശ്വാസം. ആമേൻ. ആ പദം എവിടെ എഴുതിയിരിക്കുന്നത്? ഇതേ അത് വാച്യാർത്ഥം. എബ്രായൻ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ഓർമ്മ ഉടനെ കൂടാരത്തിൽ തറച്ചിരിക്കുന്ന ആണിയലോട്ട് അവന്റെ ശ്രദ്ധ വരുന്നു. അതാ വിശ്വാസം. മനസ്സിലായോ? അബ്രഹാം ആണി എവിടാ തറച്ചത്? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അവിടെ ആ വിശ്വാസം തറക്കേണ്ടത്, അവിടെ ആ വിശ്വാസം കൊണ്ട് നമ്മൾ അർപ്പിക്കേണ്ടത്. അതാ അവിടെ എഴുതിയിരിക്കുന്ന പദം. അബ്രഹാം അവനിൽ വിശ്വസിച്ചു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ആ ഉറപ്പുള്ള സ്ഥലത്ത്, മാറിപ്പോകാത്ത സ്ഥലത്ത്, മുറിഞ്ഞു പോകാത്ത സ്ഥലത്ത്, തകർന്നു പോകാത്ത സ്ഥലത്ത് നമ്മുടെ വിശ്വാസം നമ്മൾ അർപ്പിക്കുന്നെങ്കിൽ നാം ഇച്ഛാഭംഗമുണ്ടാകാതെ ജീവിക്കാൻ കഴിയും. ഇന്ന് രാത്രി നമ്മുടെ ആ വിശ്വാസം ഒന്നുകൂടെ ഒന്ന് സൂക്ഷ്മമാകട്ടെ. ഇത്ര നാൾ വിശ്വാസം എന്നൊക്കെ പറഞ്ഞു നടക്കുമെങ്കിലും സത്യത്തിൽ അതിന്റെ ആശയം എന്താ നമ്മൾ അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. എന്ന് പറഞ്ഞാൽ
ഉറപ്പുള്ള സ്ഥലത്തൊരാണി തറയ്ക്കുന്നത് പോലെ നമ്മുടെ വിശ്വാസം നമ്മുടെ യേശുവിലാണ്. അതുകൊണ്ടാണ് അവനെ എബ്രായ ലേഖനകർത്താവ് വിശ്വാസത്തിന്റെ നായകൻ എന്ന്. ഈ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. കാരണം ആത്മീയ യുദ്ധത്തിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരായുധമാണ് വിശ്വാസം. വിശ്വാസമുള്ളവരാകണം കേട്ടോ. നമ്മുടെ വിശ്വാസം നല്ല ഉറപ്പുള്ളതായിരിക്കും, ചഞ്ചലിച്ചു പോകാത്തതായിരിക്കണം, പതറിപ്പോകാത്തതായിരിക്കണം, സ്റ്റെഡ്ഫാസ്റ്റ്നെസ് നല്ല ഉറപ്പുള്ളതായിരിക്കണം. അതുകൊണ്ടാണ് തിമോത്തിയോസിനോട് പറഞ്ഞത്, മകനെ എന്ത് ചെയ്യണം? വിശ്വാസവും നല്ല മനസാക്ഷി. അപ്പൊ ഒന്നാമത് വിശ്വാസം. ഈ യുദ്ധത്തിൽ, ആത്മീയ പോരാട്ടത്തിൽ നമ്മുടെ വിശ്വാസം ഒന്നുകൂടെ ഉറക്കട്ടെ. നമ്മൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച്, എങ്ങനെയാ നമ്മുടെ വിശ്വാസം? നമുക്കിങ്ങനെ ചില ആശയങ്ങൾ, ദൈവം നമ്മളെ രക്ഷിക്കുമായിരിക്കും, ദൈവം നമ്മളെ രക്ഷിച്ചേക്കും എന്നൊക്കെ ചിന്തിച്ച പോരാ. നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായി, എന്റെ ഭാരം എത്ര വലുതാണെങ്കിലും അത് തൂക്കിയിടുമ്പോൾ മുറിഞ്ഞു പോകാത്ത വിശ്വാസം, തകർന്നു പോകാത്ത വിശ്വാസം, അതാ യേശുവിലുള്ള വിശ്വാസം. ആ വിശ്വാസം നമുക്കുണ്ടോ? രാത്രി നമ്മുടെ വിശ്വാസം അങ്ങനെ ആകട്ടെ. വിശ്വാസം അങ്ങനെ ആകട്ടെ. ദൈവത്തിൽ ഉറച്ച വിശ്വാസം, ചഞ്ചലിച്ചു പോകാത്ത വിശ്വാസം, മുറിഞ്ഞു പോകാത്ത വിശ്വാസം. ദൈവം നമ്മളെ ചതിക്കുകയില്ല കേട്ടോ. വിശ്വസിച്ചാൽ ദൈവം നമ്മളെ ചതിക്കുന്ന ദൈവമല്ല. ദൈവത്തിലൊന്ന് ആശ്രയിച്ച്, അങ്ങനെയൊന്ന് വിശ്വസിച്ച്, അത് നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ മാത്രമല്ല, ആ വിശ്വാസം ശത്രുവിനെതിരെയുള്ള ആയുധം കൂടെയാണ്. ഈ പോരാട്ടത്തിൽ പിശാചിനെതിരെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരായുധം കൂടെയാണ്. ഒന്ന് വിശ്വാസം. അത് എഫേസ്യ ലേഖനത്തിൽ വളരെ രസകരമായിട്ട് ഒരു ക്രിസ്തുവിന്റെ പടയാളി, ഞാനത് പിന്നത്തേതിൽ അതിലേക്ക് വരുന്നുണ്ട്, ഈ പോരാട്ടത്തെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് പൗലോസ് ക്രിസ്തുവിന്റെ പടയാളിയെ കുറിച്ചൊരു ചെറിയ ചിന്തയോടെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ നമ്മളെ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ അതിന്റെ 13 തുടങ്ങി ഒന്ന് വായിക്കാമോ? അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. ദൈവത്തിന്റെ സർവായുധ വർഗം, the panoply of God, ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളും. ആണോ? അപ്പൊ പിശാചിനെ സർവായുധ വർഗം നീക്കിയാണ് കർത്താവ് ക്രൂശി തോൽപ്പിച്ചത് എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചേ, ഒരു പടയാളി എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലെ പാൻറ് ഷർട്ടും ഇട്ടുകൊണ്ടല്ലോ വരുന്നേ. ഒരു പട്ടാളക്കാരനെ ശ്രദ്ധിച്ചേ, അവന്റെ ഇപ്പൊ നമ്മുടെ പാലസ്തീനി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, ഇസ്രായേലി യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. പട്ടാളക്കാരുടെ ഫോട്ടോയൊക്കെ നമ്മൾ കാണുന്നില്ലേ? അവരണിഞ്ഞിരിക്കുന്ന വസ്ത്രം മാത്രമാണോ? അവരുടെ ശരീരത്തിൽ എത്ര കിലോ ഭാരം വഹിച്ചോണ്ട് അവര് നടക്കുന്നതെന്നറിയാം. അവരുപയോഗിക്കുന്ന തോക്കുകളെ, മിസൈലുകളെ, അതിന്റെ തിരകള് അതിങ്ങനെ ബെൽറ്റ് പോലെ ഇട്ടിരിക്കുകയല്ലേ. അവർക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണങ്ങള്, ഒരു മനുഷ്യന് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടെ പിന്നെ അവന്റെ കയ്യിലിരിക്കുന്ന തോക്ക്, ഇതെല്ലാം കൂടെ ചേരുമ്പോഴല്ലേ ഒരു പട്ടാളക്കാരനാകുന്നത്. അല്ലാതെ നമ്മളെ പോലെ പാൻറ് ഷർട്ട് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പട്ടാളത്തിൽ നിൽക്കാൻ നോക്കുവോ? യുദ്ധം ചെയ്യാൻ നോക്കുവോ? ശത്രു വെടിവെക്കുകയല്ലേ. അപ്പോ തലയിൽ ഹെൽമറ്റ് വായിച്ചേ, താഴോട്ട് വായിച്ചേ, കഴിയേണ്ടതിന് അവൻ സർവായുധ വർഗം എടുത്തുകൊള്ളീൻ. എന്നിട്ട്
നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും. അവിടെ ആദ്യം തുടങ്ങും സത്യത്തില് ഒന്നേ കാല് തൊട്ട് തല വരെ പറയണം, ഇല്ലേ തല തൊട്ട് കാല് വരെ പറയണം. സത്യത്തിൽ അപ്പോസ്തലൻ ആദ്യം നടു തൊട്ടാ പറയുന്നത്, നടുഭാഗം തൊട്ട്. എന്താണെന്നറിയാമോ? അരയ്ക്ക് സത്യം കെട്ടണം എന്ന് പറഞ്ഞാലേ ഈ പട്ടാളക്കാരിട്ടിരിക്കുന്ന ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ ഈ ഉപദേശിമാര് ഷർട്ട് ഇടുന്നതുപോലെ ഷർട്ട് പാന്റിന്റെ പുറത്തുകൂടി ഇട്ടോണ്ടല്ല അവര് നടക്കുന്നത്. എന്റെ കാര്യം എന്നാന്നറിയോ? ഷർട്ട് പാന്റിന്റെ പുറത്തുകൂടി ഇട്ടോണ്ടാണ് നടക്കുന്നെങ്കിൽ ഓടുമ്പോഴത്തേക്ക് ഇതിനകത്ത് കാറ്റ് കയറിയിട്ട് നമ്മൾ പുറകോട്ട് പിടിക്കും. നമ്മളെ ഈ തുണി അതിലെല്ലാം പോകും. അപ്പൊ അവരെന്ത് ചെയ്യുന്നറിയാമോ? ഇത് അകത്തോട്ടങ്ങിട്ടിട്ട് ബെൽറ്റ് ഇട്ടങ്ങ് മുറുക്കും. ബെൽറ്റ്. അതാ ഇവിടെ പറഞ്ഞത് അരയ്ക്ക് സത്യം കെട്ടണം എന്ന് പറഞ്ഞാൽ ഒരു പട്ടാളക്കാരന്റെ വസ്ത്രത്തെ പിടിച്ച്, ഈ വസ്ത്രം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആയുധങ്ങളും കൂടെ ഉണ്ട്, അനുഷട്ടും മാത്രമല്ല, ഈ ആയുധങ്ങളും അവന്റെ ശരീരത്തിലുണ്ട്. അതെല്ലാം മുറുകിയിരിക്കണം. അതിനാണ് അരയ്ക്ക് കിട്ടുന്നത്. വസ്ത്രം മുറുകിയിരിക്കുക മാത്രം. ഞാൻ ചോദിക്കട്ടെ, ഇതിനിടയ്ക്ക് ഇവന്റെ ബട്ടൺസ് പൊട്ടിപ്പോയിട്ട് ഈ പാന്റ് അങ്ങ് ഇറങ്ങി പോവുകയെന്ന് വെച്ചു. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ പാന്റ് പിടിക്കാൻ പോകുന്നോ, ശത്രുവിനെ വെടിവെക്കാൻ പോകുന്നോ? ചില കുഞ്ഞുങ്ങൾ കളിക്കുന്ന കണ്ടിട്ടില്ലേ? ക്രിക്കറ്റ് കളിക്കാൻ വരും, എന്നിട്ട് വലിയൊരു നിക്കർ വിട്ടുകൊണ്ട് വരിക. ആ നിക്കർ എന്റെ ബട്ടൺസ് അങ്ങ് പൊട്ടിപ്പോയാൽ എന്ത് ചെയ്യും? ഓടാൻ നോക്കുവോ? ഓടുന്നതിന്റെ ഇടയ്ക്ക് ഇത് താഴോട്ട് ഇറങ്ങിപ്പോകും. അവസാനം ഇത് നിലത്ത് കിടക്കും, 8 പോലെ നമ്മൾ 8 എഴുതിയിരിക്കും. എന്നിട്ട് ഇതിനകത്ത് നിന്ന് ചിലപ്പോ അവൻ ഇറങ്ങി ഓടുന്ന കണ്ടിട്ടുണ്ട്. ഇതെന്നിട്ട് ഇങ്ങനെ 8 കിടക്കും. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന വസ്ത്രം മുറുക്കി കെട്ടിയിരിക്കണം. അതുകൊണ്ടാണ് ഈ അര കെട്ടിയിരിക്കുക. അര കെട്ടുക എന്ന് പറഞ്ഞ ഒരു ജോലി ചെയ്യാൻ തയ്യാറായി നിൽക്കുക. അര കെട്ടുന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇപ്പോഴൊക്കെ പഴയ കാലത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ നമ്മുടെയൊക്കെ വീട്ടിൽ കല്യാണമൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഈ ആഹാരം ഇന്നല്ലേ ഈ കാറ്ററിംഗുകാരൊക്കെ ഉള്ളത്. പണ്ട് നമ്മുടെ അപ്പാപ്പന്മാരും അമ്മാച്ചന്മാരും എല്ലാം കൂടെ വന്നല്ലേ ഈ കല്യാണം നടക്കുന്നത്. അപ്പൊ ഈ ചോറും കറിയും ഒക്കെ വിളമ്പാനായിട്ട് ഇറച്ചി വിളമ്പുന്നവര് വേറെ, മപ്പാസ് വിളമ്പുന്നവര്, മീൻ വിളമ്പുന്നവര്, ഇവരൊക്കെ ഉണ്ടല്ലോ അരയ്ക്ക് ഒരു തോർത്ത് ചുറ്റി അങ്ങോട്ട് കെട്ടി മുറുക്കി അങ്ങോട്ട് വെക്കും. എന്തിനാണെന്നറിയാമോ? ഇത് മുറുകിയിരുന്നെങ്കിൽ ഈ തുണിയുടെ കാര്യം ഇല്ല, ഇതിനിടയ്ക്ക് ഈ തുണിയുടെ കാര്യം ഓർക്കുമ്പോഴത്തേക്ക് ചിലപ്പം കയ്യിലിരിക്കുന്ന പാത്രം എല്ലാം കൂടെ താഴെ വീഴും. അത് വരാതിരിക്കാൻ വിളമ്പുന്നതിന് മുമ്പേ അരയ്ക്ക് മുറുകിക്കിട്ട്. ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. പണിയുന്ന ആളുകൾ അങ്ങനെ കേട്ടോ, അരയ്ക്ക് മുറുക്കി ആ തയ്യാറെടുപ്പിനെ കാണിക്കുന്നത്. അപ്പൊ ഒരു ക്രിസ്തുവിന്റെ പടയാളി അരയ്ക്ക് കെട്ടേണ്ടത് എന്തുകൊണ്ടാണെന്നറിയോ? സത്യം കൊണ്ട്. സത്യം അരയ്ക്ക്. അപ്പൊ സത്യമാണ് സത്യം നമ്മളെ യുദ്ധത്തിൽ സന്നദ്ധരാക്കി നിർത്തുന്നത്. ഈ സത്യം വിട്ട് കളിച്ചാലുണ്ടല്ലോ ഈ യുദ്ധത്തിൽ നമ്മൾ തോറ്റുപോകും കേട്ടോ. അതുകൊണ്ട് സത്യം അരയ്ക്ക് കെട്ടിയിട്ട് നീതി എന്ന കവചം ധരിച്ച്, നീതി കവചം എന്ന് പറഞ്ഞ ഈ ബ്രസ്റ്റ് പ്ലേറ്റ് ആണ്. പഴയ പട്ടാളക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ ഉരുക്കിന്റെ ഇങ്ങനെ വളയം ഇങ്ങനെ ഈ വള പോലുള്ള ഉരുക്ക് ഇത് കൂട്ടിക്കെട്ടിയാണ് നെഞ്ചത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. കാരണം അന്നത്തെ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ വാളും പരിചയും കുന്തം വേലും ഒക്കെയാണ്. അതുകൊണ്ട് വെട്ടിയാൽ മുറിഞ്ഞു പോകാതിരിക്കാനാണ് ഈ ബ്രസ്റ്റ് പ്ലേറ്റ്. അതിനെ നമ്മൾ കവചം എന്ന മലയാളത്തിൽ എഴുതിക്കുന്നത്. ബ്രസ്റ്റ് പ്ലേറ്റ് ആണ്. മാറ് മുറിഞ്ഞാൽ അവന്റെ ജീവൻ പോയില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഈ കയ്യോ കാലോ മുറിഞ്ഞാൽ എങ്ങനെയാലും നമുക്ക് രക്ഷപ്പെടാം. ഒരുത്തൻ നെഞ്ചത്തു വെട്ടേറ്റാൽ എന്ത് ചെയ്യും? അതിനാണ് സ്റ്റീല് കൊണ്ടുള്ള കവചം. ഇന്നത്തെ രീതിയല്ല, അന്നത്തെ നിങ്ങൾ പഴയ പട്ടാളക്കാരുടെ ഒക്കെ പടം കണ്ടിട്ടുണ്ടേ അറിയാം ഇല്ലേ? ഇങ്ങനെ ഈ സ്റ്റീൽ കൊണ്ടുള്ള വളയം കൊണ്ട് ഒരു ഡ്രസ്സ്. അതെന്നാ കനവാന്നറിയാമോ? അതിങ്ങനെ കൊണ്ട് മാറത്തണിഞ്ഞിരിക്കും.
എന്താണെന്നറിയോ? ഈ മാറത്തത് അണിയുന്ന എന്നറിയോ? അവിടാണ് എന്തിരിക്കുന്നത്? ഹാർട്ട്, ഒരുത്തന്റെ ഹൃദയം. അപ്പൊ നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ടത് നീതിയാണ്. ഈ യുദ്ധത്തിൽ നീതി വിട്ടുപോയാൽ ശത്രുവിന്റെ വെട്ടേറ്റ് നിലംപതിക്കും കേട്ടോ. അപ്പൊ നീതി എന്ന കവചം ധരിച്ചും പിന്നെ സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും. അപ്പൊ ഒരു ക്രിസ്തുവിന്റെ പടയാളി എപ്പോഴും എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിക്കണം. എന്തിനൊരുങ്ങി? യുദ്ധം ചെയ്യാൻ ഒരുങ്ങി. ആ ചെരുപ്പേതാ? കാലിന് ചെരുപ്പേതാ? സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം. The readiness of the gospel of peace. സമാധാന സുവിശേഷത്തിന്റെ ഒരുക്കം. നിങ്ങളൊന്ന് ആലോചിച്ചതൊക്കെ, പണ്ടൊക്കെ നമ്മുടെ ഈ നാട്ടിൻപുറത്തെ ചില വിദ്വാന്മാരുണ്ട്, ഭയങ്കര രസവും പാൻസും ഒക്കെ ഷർട്ടും ഒക്കെ തേച്ച് നല്ല വൃത്തിയാക്കി, ഷർട്ടൊക്കെ ഫുൾ കൈ ഇട്ട് ബട്ടൺസും ഇട്ടിട്ട് പാൻറ് വലിച്ചു കയറ്റി നെഞ്ചത്തോട്ടിടും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില നെഞ്ചത്തോട്ടിട്ട് ചില പാപ്പന്മാര് വരുന്ന കണ്ടിട്ടുണ്ടോ? അയ്യോ, നെഞ്ചത്ത് ബെൽറ്റും കെട്ടി പാപ്പന്മാരിങ്ങനെ വരും. കാലേ കിടക്കുന്നത് റബ്ബർ ചെരുപ്പാ. എന്താ രസമായിരിക്കും അല്ലേ? പാന്റ് ഷർട്ടും ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട്, ഫുൾ കൈ ഷർട്ടും ഒക്കെ ഇട്ട് പാന്റ് നെഞ്ചത്ത് വെച്ച് ബെൽറ്റും കെട്ടിയിട്ടുണ്ട്. പക്ഷെ ഇട്ടിരിക്കുന്നത് റബ്ബർ ചെരുപ്പാ, പള്ളിച്ചെരുപ്പ്. എങ്ങനെയിരിക്കും? ഇത് കാണുമ്പോഴേ നമുക്കറിയാം അങ്ങ് മലേന്ന് വരിക എന്നറിയാം. അങ്ങ് മലേന്നേ, പട്ടണത്തിൽ ഇതുവരെ വന്നിട്ടില്ല. സുവിശേഷീകരണം ഇല്ലാത്ത വ്യക്തിയും സഭയും ഇങ്ങനെ ഇരിക്കും. പാന്റും ഷർട്ടും ഇട്ടിട്ട് വള്ളിച്ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്ന പോലെ ഇരിക്കും. സുവിശേഷം അറിയിക്കാത്ത സഭയും സുവിശേഷം അറിയിക്കാത്ത വിശ്വാസിയും. ഇപ്പൊ നിങ്ങൾ ആ ചിത്രം ഒന്ന് കണ്ടേ, എങ്ങനെ ഇരിക്കും? നിങ്ങൾ തന്നെ ഒന്ന് പറ. ഭയങ്കര ഒരുക്കമാ കേട്ടോ. മീശയൊക്കെ വിരിച്ച് ഫിറ്റ് ചെയ്ത് നല്ല കൂട്ടപ്പരായി ഷർട്ടും ഒക്കെ തേച്ച് ഫുൾ കൈ ഇട്ട് അത് ബട്ടൺസും ഇട്ടിട്ട് പാൻസും ഒക്കെ തേച്ച് നെഞ്ചത്ത് വെച്ച് ബെൽറ്റും ഇട്ടിട്ട് വള്ളിച്ചെരുപ്പ് ഇട്ടുകൊണ്ട് വന്ന എങ്ങനെ ഇരിക്കും? സുവിശേഷം അറിയിക്കാത്ത സഭയുടെ ചിത്രം ഇതാ. എന്ത് ദയനീയമാണെന്നറിയാം. നമ്മുടെ വിശ്വാസികൾ പലരും ഇങ്ങനെ ഇപ്പം രംഗപ്രത്യക്ഷത ചെയ്തിരിക്കുന്നു. ഇന്ന് വരെ ഒരുത്തരോട് സുവിശേഷം പറഞ്ഞിട്ടില്ല, ഒരു ട്രാക്ട് പോലും കൊടുത്തിട്ടില്ല. എന്റെ പൊന്നു കുഞ്ഞെ, ഇതിലും നല്ലത് ആ പാൻറ് ഊരി കളഞ്ഞേച്ച് വരിക. ഈ പാൻറ് നെഞ്ചത്ത് വെച്ച് കെട്ടാതെ കേട്ടോ. ഈ വള്ളിച്ചെരുപ്പായി ഇടുന്നെങ്കിൽ നീ വല്ല കൈലിയും ബനിയനും ഇട്ടുകൊണ്ട് പോവാ, അതാ നല്ലത്. ഓരോന്നിനും ഓരോ വേഷം ഉണ്ടല്ലോ. ഒരു കൈലി ഒരു ബനിയനും ഇട്ട് തലയിൽ ഒരു കെട്ടും കെട്ടിയിട്ട് വള്ളിച്ചെരുപ്പ് ഇട്ടുകൊണ്ട് നടന്ന രസമുണ്ട് കാണാൻ. ഈ പാനും ഷർട്ടും എല്ലാം കൂടെ വലിച്ചു കയറ്റിയിട്ട് വള്ളിച്ചെരുപ്പ് ഇട്ടുകൊണ്ടാണോ നടക്കുന്നത്? ഇവന്റെ പൊന്നും ദൈവം ഇതിലെ നീ ഇത്രയെല്ലാം തയ്യാറായി കേട്ടോ. സത്യമരക്ക് കിട്ടിയിട്ടുണ്ട്, നീതി കവചമൊക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാം ഉണ്ട്. കാലെ ചെരുപ്പില്ലെങ്കിലേ, സുവിശേഷം അറിയിച്ചില്ലെങ്കിലേ, അയ്യോ നിന്റെ കാര്യം വലിയ അവതാളത്തിലാണ് കേട്ടോ. അപ്പൊ കാലിന് ചെരുപ്പാക്കിയും പിന്നെ എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്ക വിശ്വാസം എന്ന പരിച കണ്ടോ. വിശ്വാസത്തിന്റെ പ്രത്യേകത കണ്ടോ? ഈ യുദ്ധത്തിന്റെ പോരാട്ടത്തിൽ നമ്മുടെ പരിചയാണ് വിശ്വാസം. പരിച. ഇനി താഴോട്ട് പറയുന്നുണ്ടേ, രക്ഷ എന്ന ശിരസ്ത്രം. ശിരസ്ത്രം എന്ന് പറഞ്ഞാൽ ഹെൽമറ്റ്. രക്ഷ എന്ന ശിരസ്ത്രം, ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്. ഇത്രയാണ്. ഇതിനെ താഴോട്ട് ഏത് നേരം പ്രാർത്ഥിച്ചു. ഏഴ് പീസുകളുണ്ട് ആ പാനപ്ലായ്, ആർമറിനകത്ത്, ഫുൾ ആർമർ, കംപ്ലീറ്റ് ആർമറിനകത്ത്. സർവായുധ വർഗത്തിൽ 7 കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്. എന്തോന്ന് പറഞ്ഞേ? സത്യം അരക്ക് കെട്ടുക, നീതി എന്ന കവചം, ബ്രസ്റ്റ് പ്ലേറ്റ്, പിന്നെ ഷൂസ് ഏതാ? സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം, പിന്നെ കയ്യിൽ വിശ്വാസം എന്ന പരിച.
മറ്റേ കയ്യിൽ ആത്മാവിന്റെ വാള്, തലയിൽ രക്ഷയെന്ന ഹെൽമറ്റ്. താഴെയും കിടപ്പുണ്ട്, തീർന്നില്ല. സകല പ്രാർത്ഥനയാലും കേട്ടോ. ഈ യുദ്ധത്തിന് പോകുന്നവരെ കേന്ദ്രവുമായിട്ട് ബന്ധം വേണം, വയർലെസ്സിൽ കൂടെ. അല്ലാതെ ഇഷ്ടപ്പെട്ടോടത്തോട്ട് പോയി യുദ്ധം ചെയ്യുകയല്ല. കേന്ദ്രവുമായിട്ട് എപ്പോഴും എവിടെയാ നമ്മുടെ മുകളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ പട്ടാളത്തിൽ പോകുന്ന പട്ടാളക്കാരുടെ എന്തുണ്ട്? വയർലെസ് സെറ്റ് ഉണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് ആജ്ഞ വരും, അതനുസരിച്ചാണ് ഇവൻ അങ്ങോട്ട് ചെയ്യുന്നത്. അപ്പൊ അതാ പ്രാർത്ഥന. 7 ഉപകരണങ്ങളാണ്. അതില് വിശ്വാസം എന്ന് പറയുന്നത് എന്താന്നാ പറഞ്ഞത്? നമ്മുടെ പരിചയമാണ്. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെ കെടുക്കുവാൻ തക്ക. കണ്ടോ ഈ പഴയ കാലഘട്ടങ്ങളിലെ? പണ്ട് കാലത്ത് ഗോത്രമായിട്ടാണല്ലോ ആളുകൾ താമസിക്കുന്നത്. ഈ ഗോത്രങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടും. ഏതെങ്കിലും കാരണത്തില് ചിലപ്പോ അവരുടെ ഒരു മൃഗം അവിടെ പോയെന്നോ അല്ലെങ്കിൽ അവിടുന്ന് ഒരു പെങ്കൊച്ചിനെ അടിച്ചോണ്ട് പോകുന്നു, എന്നതേലും ഒക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗോത്രങ്ങൾ തമ്മിൽ വൈരമുണ്ടാകും, യുദ്ധം ഉണ്ടാകും. അപ്പൊ ഈ ഗോത്രങ്ങൾ ഇങ്ങനെ ഒരിടത്ത് ചിലപ്പോ 8, 10, 100 കൂടാരങ്ങളാണ്, ചെറിയ 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 വീടുകൾ. അന്ന് വീടുകൾ ഉണ്ടാക്കുന്നത് കമ്പി സിമെന്റ് വിട്ടൊന്നും അല്ലല്ലോ, പ്രകൃതി വിഭവങ്ങളാണ്. തടിയും പുല്ലും വൈക്കോലും ഒക്കെ ഇട്ടാണ് ഈ വീടുകൾ പണിയുന്നത്. അപ്പം ഈ യുദ്ധം ചെയ്തിട്ട് ആരും ജയിക്കുന്നില്ലെന്ന് വെച്ചോ. എന്ത് ചെയ്താൽ ശത്രുവിനെ ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ശത്രുക്കൾ ഒരു പണി ചെയ്യും. എന്നറിയാം, രാത്രിയുടെ മറവ് പറ്റി അവൻ ഇരുട്ടത്ത് വരും. ഇരുട്ടത്ത് വന്നിട്ട് ചുറ്റുമങ്ങ് വളയും, ശത്രുക്കളങ്ങ് വളയും. ഈ ഗ്രാമത്തിന്റെ ചുറ്റൊന്ന് വളയും. ഈ ഓലയും താഴിയും കമ്പും മരവും കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന കൂടാരങ്ങൾക്കകത്ത് നിർഭയരായിട്ട് ആളുകൾ കിടന്നുറങ്ങുകയായിരിക്കും. അവരെ ആപത്ത് മണക്കാതെ കിടന്നുറങ്ങുക. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ചുറ്റും ശത്രുക്കൾ അങ്ങോട്ട് വളഞ്ഞിട്ട് ഒറ്റ സിഗ്നൽ അങ്ങോട്ട് കൊടുക്കുമ്പോ ഒരുമിച്ച് അവരെ വില്ല് കൊലച്ച് അമ്പ് ചെയ്യും. പക്ഷെ അമ്പിനൊരു പ്രത്യേകതയുണ്ട്. ആ അമ്പിന്റെ അറ്റത്ത് തുണി കെട്ടി, ചാക്കോ തുണിയോ കെട്ടി എണ്ണ ഒഴിച്ചിട്ട്, ഇതിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് ഒരുമിച്ചത് തീ പിടിപ്പിച്ചിട്ട് വില്ലിലൊരൊറ്റ എയ്ത്താണ്. അതിനെ വിളിക്കുന്ന പേരാണ് തീയമ്പുകൾ. ഫയറി ഡക്സ്, തീയമ്പുകൾ. അതാ ദുഷ്ടന്റെ തീയമ്പുകൾ. സംഭവം കേട്ടോ, രാത്രി നിർഭയരായി കിടക്കുന്ന ഗ്രാമവാസികളുടെ മേൽ 4 വശത്തു നിന്നും ഒരുമിച്ച് തീയമ്പുകൾ അങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഉണങ്ങി നല്ല ഭംഗിയായിട്ടിരിക്കുന്ന വീടിന്റെ വൈക്കോലും തടി കമ്പും കോലും എല്ലാം നിന്ന് നിൽക്കാം. അപകടം മണത്തറിയാതെ അകത്ത് കിടന്നുറങ്ങുന്ന വല്ലവനും ഒക്കെ ചിലപ്പോ 1 2 പേര് രക്ഷപ്പെടും. ബാക്കി സ്ത്രീകളും കുഞ്ഞുങ്ങളും രോഗികളും ഒക്കെ അതിനകത്ത് അറ്റകൈ പ്രയോഗമാണ്. ഇന്നത്തെ മിസൈൽ എന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെയല്ലേ. ഇതാ ദുഷ്ടന്റെ തീയമ്പ്. ഇത് ഓർത്തണം കേട്ടോ. ഇങ്ങനെയുള്ള ചില തീയമ്പുകൾ ജീവിതത്തിലോട്ട് വരും. പിശാച് തീപൂട്ടി ചില അമ്പുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വിടും. ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ നാളുകളിൽ വന്നത്? എന്നാ തീയായിരുന്നല്ലേ? നമ്മൾ തന്നെ പറയല്ലേ, എന്താ തീയായിരുന്നു. മൊത്തം തീ, അവിടെ ഇവിടെ എല്ലാം വരുന്നതെല്ലാം പ്രശ്നങ്ങൾ. ദുഷ്ടന്റെ തീയമ്പുകൾ. ആ തീയമ്പുകളെ കെടുക്കണം, തടുക്കുകയല്ല, കെടുത്തണം. ദുഷ്ടന്റെ തീയമ്പുകളെ തടുത്താൽ പോരാ, തടഞ്ഞിട്ടാ പോരാ. ആ തീയമ്പ് കെട്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം? ശരിയായ പരിച കയ്യിലുണ്ടായിരിക്കണം. ശരിയായ പരിച. അതെ, നമ്മൾ ഈ ഇഡ്ഡലിയുടെ തട്ട് പോലെ ഇങ്ങനെ ഈ വട്ടത്തിലുള്ള ചെറുപരിചയുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്.
ഇവിടെ പറയുന്നതുണ്ടല്ലോ, ഈ ഒബ്ലോങ് ടൈപ്പ്, ഈ ഓവൽ ടൈപ്പ് ഒരു മനുഷ്യന്റെ പൊക്കത്തിലുള്ള ഒബ്ലോങ് ആണ് അതിന് വിളിക്കുന്നത്. ഈ പഴയ പോൺസ് പൗഡറിന്റെ അടിവശം കണ്ടിട്ടില്ലേ? ഈ പോൺസ് പൗഡർ ടിന്നിന്റെ അടിവശം കണ്ടിട്ടില്ലേ? ഇങ്ങനെ എന്നാ പറയുന്നത്, ഒബ്ലോങ് എന്ന് പറയും. ഈ രണ്ടു വശം മുകളിലോട്ട് വലിച്ചു നീട്ടിയിട്ട്, ഒരു വൃത്തം മുകളിലോട്ട് വലിച്ചു നീട്ടി എങ്ങനെ ഇരിക്കും? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് ഐഡിയ കിട്ടുന്നുണ്ടോ? അതാണ് അത്രയും 6 അടി പൊക്കം കാണും ആ പരിചയ്ക്ക്. അതിന്റെ കാര്യം ഇവിടെ പറയുന്നത് കേട്ടോ. ഈ ചെറുപരിചയല്ല. ചെറുപരിചയ ചുമ്മാ സ്റ്റൈലിന് കൊള്ളാം, നമ്മുടെ വീടിന്റെ ഭിത്തി അലങ്കരിക്കാൻ കൊള്ളാം, അത്യാവശ്യം യാത്ര ചെയ്തവരെ കൊണ്ട് നടക്കുന്നതല്ലാതെ യുദ്ധത്തിന് പോകുന്നവന് അതും കൊണ്ടുപോയാൽ വെട്ട് കിട്ടും. കാരണം യുദ്ധത്തിന് ഒരു ശത്രുവല്ല, പല ശത്രുക്കൾ അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും ആക്രമിക്കുന്നത്. അപ്പൊ ഈ ഒരു പരിചയം കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ചിലരുടെ ഇരിക്കുന്ന ചെറുപരിചയം, അത് കാരണം കിടന്നുകൊണ്ട് എന്നാ പരാക്രമാണെന്നറിയോ അവരുടെ ക്രിസ്തീയ ജീവിതം. കാരണം എന്നാ അറിയോ, പരിചയക്ക് വലിപ്പയില്ല, വിശ്വാസത്തിന് വലിപ്പയില്ല. അതിലെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് വരുമ്പോ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അങ്ങോട്ട്. അയ്യോ, ചിലരുടെ ക്രിസ്തീയ ജീവിതം കാണണം, എന്നാ പരാക്രമാണെന്നറിയാവോ? അതിന്റെ കാര്യം എന്താണെന്നറിയാമോ? അവന്റെ വിശ്വാസത്തിന് വലിപ്പയില്ല. വിശ്വാസം എന്ന പരിചയക്ക് വലിപ്പയില്ല. ഇത് വലിയ നീളമുള്ള ഒരൊറ്റ പരിചയം അങ്ങോട്ട് എടുത്ത് ഒരൊറ്റ നിപ്പ് നിന്നാ മതി. ശത്രു തീയമ്പുകൾ എറിയുമ്പോഴത്തേക്ക് അരി തട്ടി കേട്ടങ്ങ് കെടുക്കണം, കെടുത്തിക്കളയണം. ഈ ഭാരമുണ്ട് ഈ വിശ്വാസം എന്ന ഈ പരിചയക്ക് കേട്ടോ. ചെറുപരിചയാണെങ്കിൽ കൊണ്ടു നടക്കാൻ എളുപ്പമാണ്, പക്ഷേ യുദ്ധത്തിന് പോകുമ്പം അതുകൊണ്ട് നമ്മുടെ ദേഹം മുറിയും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നല്ല വലിപ്പം കേട്ടോ. വിശ്വാസത്തിന് അത്രയും വലിപ്പം ഉണ്ടോ? അതിന്റെ പുറകെ നീ മാത്രം നിന്നാ പോരാ. നിന്റെ കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ എല്ലാം കൂടെ പിടിച്ചു നിർത്താനുള്ള വലിപ്പം ഉണ്ടോ? നിന്റെ വിശ്വാസം എന്ന പരിചയക്ക് നിന്റെ സഭക്കാരെയും കൂടെ ചേർത്ത് നിർത്താനുള്ള വലിപ്പം ഉണ്ടോ? അതോ ഇപ്പോഴും ചെറുപരിചയം കൊണ്ടാണോ നടക്കുന്നത്? നീ തോറ്റുപോകും കേട്ടോ. വിശ്വാസം എന്ന പരിചയം, ഇതിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ പരിചയുടെ ഈ മുകളിലോട്ട് നീളത്തിലും പിന്നെ വൃത്താകൃതിയിൽ ഇങ്ങനെ താഴോട്ടാണെന്നല്ലേ ഞാൻ പറഞ്ഞേ. അപ്പൊ ഇതിന്റെ ഈ പള്ളവശം, ഈ എഡ്ജ് ഉണ്ടല്ലോ, ആ എഡ്ജിൽ ഇങ്ങനെ ഈ പൊഴി പോലെ വെട്ടിവെച്ചിട്ടുണ്ട്. ഈ പൊഴി പോലെ ഇങ്ങനെ 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 കയറി ഇറങ്ങിയായിട്ട് ഇങ്ങനെ പൊഴി പോലെ വെട്ടിവെച്ചിട്ടുണ്ട് രണ്ടു വശവും. അടുത്ത് നിൽക്കുന്നവന്റെ പരിചയ്ക്കും അങ്ങനെ പൊഴി പോലെ വെട്ടിവെച്ചിട്ടുണ്ട്. യുദ്ധം അങ്ങോട്ട് കൊടുമ്പിരി കൊണ്ടുവന്ന് ചെതറി നിൽക്കുന്ന പട്ടാളക്കാർ ഓടി അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഈ പരിച തമ്മിൽ, ആ പൊഴി തമ്മിൽ അങ്ങ് കയറ്റി അങ്ങ് ഇടും. ഇതങ്ങ് ചേർത്ത് പിടിക്കും. ഇതങ്ങ് ചേർത്ത് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ പരിചയല്ല, ഒരു മതില് പോലെ നിൽക്കും. യുദ്ധം കൊടുമ്പിരി കൊണ്ടു ആളുകൾ മരിക്കുന്നു. അപ്പോ അവിടെ ഇവിടെ നിൽക്കുന്ന പട്ടാളക്കാർ ഓടി 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 അടുത്ത് വന്നിട്ട് ഈ പരിച തമ്മിലങ്ങ് കോർക്കും. പിന്നെ അവൻ എന്നെ അധികം വിട്ടാലും ഇതിനിപ്പുറത്തോട്ട് പോരുകയില്ല. അപ്പൊ ഞാൻ പറഞ്ഞറിയാമോ, ഇതാണ് വിശ്വാസികൾ വിശ്വാസം ഒരുമിച്ച് അങ്ങോട്ട് പിടിച്ച് ഒരു വിഷയത്തിന് വേണ്ടി നിവരെ നിന്ന് കഴിയുമ്പോ ഉണ്ടല്ലോ, ശത്രു തോറ്റു തുന്നമ്പാണ്. ഇതുകൊണ്ടാ നമ്മുടെ കുടുംബത്തിലൊക്കെ സഭയിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് നിന്ന് പ്രാർത്ഥിച്ച് പരാജയപ്പെട്ടു പോകുമ്പോഴത്തേക്ക് നമ്മള് ദൈവസഭയോട് പറയും, 2-3 ദിവസം വീട്ടിൽ ഉപവാസം പ്രാർത്ഥിക്കാനുള്ളവരെല്ലാം ഒന്ന് വരണേ. എല്ലാരും കൂടെ ഒരുമിച്ച് വന്ന് ആ പരിച ചേർത്ത് 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 അങ്ങോട്ട് പിടിച്ചൊരു മതില് പോലെ ഒരു നിപ്പ അങ്ങോട്ട് നിന്നാലുണ്ടല്ലോ, എന്റെ കുടുംബത്തിനെതിരെ പോരാടുന്ന ശത്രു പരാജയമടഞ്ഞു. അതാ പരിച. വിശ്വാസത്തിന്റെ പ്രത്യേകത കണ്ടോ? അപ്പൊ ഈ യുദ്ധത്തിൽ, ഈ പോരാട്ടത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് എന്താണെന്നറിയാമോ? നമുക്ക് വേണ്ടത് വിശ്വാസം. അതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് നല്ല മനസാക്ഷി. ഇവിടെയാണ് നമ്മളൊക്കെ പരാജയപ്പെടുന്നത്.
നല്ല മനസാക്ഷി ഉണ്ടാക്കുക എന്നുള്ളത് ഈ യുദ്ധത്തിൽ മനസാക്ഷി മാത്രമല്ലേ. നിങ്ങൾ തിമോഥെയോസിന്റെ ലേഖനത്തിൽ തന്നെ അതിന്റെ തൊട്ടു മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. വിശ്വാസവും നല്ല മനസാക്ഷിയും എന്ന് പറഞ്ഞിരിക്കുന്നത് 1 നമ്മൾ വായിച്ച 18 ഇനി അതാ 1:5 വായിച്ച്. 1:5 ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. അത് രണ്ടും നമ്മൾ താഴെ വായിച്ച, അവിടെ ഒരെണ്ണം കൂടി ഉണ്ട്. ചിലർ ഇവ വിട്ടുമാറി. മറ്റേത് രണ്ടും നമ്മൾ പറഞ്ഞു, നല്ല മനസാക്ഷിയും വിശ്വാസവും. അതുകൂടാതെ ഒരെണ്ണം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്, എന്നതാ? ശുദ്ധ ഹൃദയം. ഇത് മൂന്നുമാണ് ഈ പോരാട്ടത്തിൽ നമ്മുടെ കയ്യിൽ വേണ്ട ആയുധങ്ങൾ. തന്നെ വിശ്വാസം വേണം, തന്റെ നല്ല മനസാക്ഷി വേണം. 3 ശുദ്ധ ഹൃദയം. ഈ ശുദ്ധ ഹൃദയവും നല്ല മനസാക്ഷിയും തമ്മിൽ പരസ്പര പൂരകം അല്ലേ? ശുദ്ധ ഹൃദയം, അൺഅഡൾട്ടറേറ്റഡ് ഹാർട്ട് എന്ന് പറഞ്ഞാലേ ഈ മായം ചേരാത്ത ഹൃദയം, മായം ചേരാത്ത ഹൃദയം വേണം. എന്താ അങ്ങനെ പറഞ്ഞ മായം ചേരാത്ത ഹൃദയം എന്ന് പറഞ്ഞത്? അതാ ശുദ്ധം. ശുദ്ധം എന്നൊക്കെ നമ്മൾ പറയുന്നതിന്റെ കാര്യം അതുകൊണ്ടാ കേട്ടോ. 5 അല്ലേ? Now the end of the commandment is charity out of a pure heart and all of a good conscience and of faith unfeigned. A pure heart, pure, ശുദ്ധം. ശുദ്ധം എന്നുള്ളതിന്റെ അർത്ഥം മായം കലരാത്തത്, മാലിന്യം കലരാത്തത്. ഈ മനസ്സിൽ പലതും വെച്ചോണ്ടൊന്നും ദൈവത്തെ സേവിക്കാൻ ഇറങ്ങരുത്. നേരെ വാ, നേരെ പോ. നമ്മളൊക്കെ ഈ ക്രിസ്തീയ ജീവിതം നയിക്കുന്നെങ്കിൽ നമുക്ക് സ്വന്തം അജണ്ടകളുണ്ട് അല്ലേ? സ്വന്തം അജണ്ടകളോ അത് പലതുമായിരിക്കാം. ചിലർ പണമായിരിക്കാം, ചിലർ സ്ഥാനം അല്ലേ, മാന്യത, സമൂഹത്തിൽ വില. ചിലര് സഭയ്ക്ക് ഏറ്റവും കൂടുതൽ പിരിവ് കൊടുക്കും. മാസയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ചാടി പറയും, 1 ചാക്കാരി ഞാൻ തന്നേക്കാം. നമ്മൾ അന്തം വിടുതിക്കടാ. ആന്റണി ചേട്ടൻ 1 ചാക്കാരി മാസയോഗത്തിന്. അപ്പൊ ബാക്കി ഒഴിക്കാൻ മതിയല്ലോ. ഇനിയിപ്പോ നമ്മളെ ആന്റണി ചേട്ടന്റെ ഉദ്ദേശം എന്നാന്നറിയാമോ? അടുത്ത ഇലക്ഷന് സെക്രട്ടറി ആകണം. അതാ പുള്ളിയുടെ ഉദ്ദേശം. അതിന് കളിച്ച കളിയായത്. 1 ചാക്കാരി സമം സഭയിലെ സെക്രട്ടറി പദവി. അതിന് നീട്ടി എറിഞ്ഞതാച്ചാൻ. ആളുകൾ പറയില്ലേ സെക്രട്ടറി എന്ന് പറയുമ്പോ ആളുകളെല്ലാം കൂടെ നോക്കട്ടെ, ആന്റണി ചേട്ടനെ തെരഞ്ഞെടുത്തിരിക്കുന്നു ആകണമെന്നാ എന്റെ ആഗ്രഹം. സഭയിൽ അപ്പോഴത്തേക്ക് എത്ര പേരാ ആരാ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞോടനെ സഹോദരിമാര് മൊത്തം അങ്ങ് കൈപോക്കി. എന്നാ കാര്യം എന്നറിയാമോ? കഴിഞ്ഞ മാസത്തിന് 1 ചാക്കാരി. എന്റെ പൊന്നു കുഞ്ഞെ, ഈ 1 ചാക്കരിയുടെ ലക്ഷ്യം അത്രേ ഉള്ളായിരുന്നു. അൺഫെയിൻഡ് ഫെയ്ത്ത്, പ്യുവർ ഹാർട്ട്, പ്യുവർ ഹാർട്ട്, ശുദ്ധ ഹൃദയം. ഞാനൊരു കാര്യം പറയാം. പണം ചിലരുടെ ഓട്ടോ നടക്കും. സുവിശേഷ വേലയും കണ്ടു കഴിഞ്ഞാൽ പെറ്റതള്ള പോലും സഹിക്കുകയില്ല. എന്തിനാ ഓടിയേ? എനിക്കൊരു ദൈവദാസനെ അറിയാവേ. എന്റെ ദൈവമേ, പരസ്യോഗ കൊതിയനാ, പരസ്യോഗ പ്രാന്തനാണേ. മൈക്കും കെട്ടി പുള്ളപ്പേണിലും പോയി പരസ്യവും നടത്തും, കോർണർ മീറ്റിംഗ് നടത്തും. ഞാൻ തന്നെ പലപ്പോഴും അദ്ദേഹത്തെ കണ്ടിട്ട് എനിക്ക് ബഹുമാനം തോന്നിയിട്ടുണ്ട്. കർത്താവേ, വല്ലവരും സ്റ്റേജ് കെട്ടി
കൺവെൻഷന് വിളിക്കുമ്പോൾ ഞാൻ ചെന്ന് പ്രസംഗിച്ചിട്ട് പോരുകയുള്ളൂ. ഇങ്ങനെ ഓട്ടിനാട്ടെന്ന്. അതുപോലെ ഞാൻ അങ്ങനെ ഈ പരസ്യോഗ വീരനും അല്ല ഞാൻ കേട്ടോ. പരസ്യോഗത്തിന് പ്രസംഗിക്കുക എന്ന് സൂക്ഷിക്കും എന്നുള്ളതല്ലാതെ അങ്ങനെ നമ്മളങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് 10 പേരെ കണ്ടു ഉടനെ അവിടെ നിർത്തി ഹാൻഡ് മൈക്ക് എടുത്ത് അന്നേരം അങ്ങനത്തെ രീതി എനിക്കില്ല. അപ്പൊ ഞാൻ ഇദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെ കാണുമായിരുന്നു. അപ്പൊ തന്നെ ഞാനിങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നല്ല സുവിശേഷാത്മാവുള്ളൊരു ജീവദാസനാണ്. ഒരു ദിവസം അദ്ദേഹം എന്റെ അടുക്ക വന്നു. എന്തിനാന്നറിയാമോ? അദ്ദേഹത്തിന് സ്ഥിരം റിപ്പോർട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ആള് ഇവിടെ ഇല്ലാതിരുന്നപ്പം അത് എന്നെ കൊണ്ട് എഴുതിക്കാൻ, ഇംഗ്ലീഷിൽ വേണം എഴുതാൻ. എന്തിനാണെന്നറിയാമോ? ഇത് അമേരിക്കയിൽ അയച്ചു കൊടുത്തിട്ട് എത്ര പരസ്യോഗം നടത്തിയോ അതിന്റെ എണ്ണം പറഞ്ഞ് കാശ് മേടിക്കാനായിരുന്നു. മനസ്സിലായോ? ഈ പരസ്യോഗത്തിന് മുഴുവൻ ഞാൻ ഇത്രയടുത്ത് പരസ്യോഗം നടത്തി കഷ്ടപ്പെട്ടു, മൈക്കും ചുറ്റി ഇതെല്ലാം റിപ്പോർട്ട് എഴുതിയിട്ട് അമേരിക്കയിൽ നിന്ന് സഹായം പറ്റും. അതിന്റെ റിപ്പോർട്ട് എഴുതിക്കാൻ എന്റെ അടുക്ക വന്നപ്പോഴാണ് ഇതിന്റെ രഹസ്യം എനിക്ക് മനസ്സിലായത്. അന്ന് വരെ ഉണ്ടായിരുന്ന എന്റെ ആ സന്തോഷം എല്ലാം തീർന്നു. എനിക്ക് മനസ്സിലായി പലരുടെയും സുവിശേഷാത്മാവിന്റെ പുറകിൽ ഇങ്ങനെയുള്ള ചില ലക്ഷ്യങ്ങളാണ്. പണം, കമന്നു വീണ കണ്ടായിരുന്ന കാപ്പണം. ഇന്ന് 1000 2000 ഒക്കെ അല്ലേ. കമന്ന് വീണ 2000ന്റെ പേപ്പറും പൊക്കിക്കൊണ്ടേ പുള്ളി പൊങ്ങുമ്പോൾ രാവിലെ ഒരു പുസ്തകം എടുക്കും, അങ്ങ് പോക്ക. എവിടെയും ഉപവാസ പ്രാർത്ഥനയോ യോഗം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് വലിഞ്ഞു കയറും. അവര് 10 മിനിറ്റും കൊടുക്കും, ഒരു നേരത്തെ ആഹാരവും കൊടുക്കും, ഓരോ നേരം 500 രൂപയും കൊടുക്കും. അതിനു വേണ്ടിയിട്ട് സുവിശേഷ വേലയായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒത്തിരി പേര്. ഞാനേ പലപ്പോഴും എന്നെ മരിക്കുന്ന കാളയ്ക്ക് ദൈവം മുഖക്കൊട്ട കെട്ടുകയാണ്. പ്രതിഫലം നോക്കി സുവിശേഷ വേല ചെയ്തിട്ടില്ല. മനസ്സിലായോ? പ്രത്യേകിച്ചും എന്നെ വിളിക്കുന്ന സഭകൾ ബുദ്ധിമുട്ടുള്ള സഭയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, കുടുംബമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് സാമ്പത്തികം വാങ്ങിക്കാതെ പോകും. കാരണം തിരിച്ചുള്ളതും കൊണ്ട് ഞാൻ പോകാറ്. അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുള്ളൊരു കുടുംബമാല്ലേ, ബുദ്ധിമുട്ടുള്ളൊരു സഭയാന്ന് തോന്നി കഴിഞ്ഞാൽ തരുമ്പോഴത്തേക്ക് ഞാനത് വാങ്ങിച്ചിട്ട് തിരികെ കൊടുത്തിട്ട് ഇതിരിക്കട്ടെ, സഭയുടെ ചെലവിന് വേണ്ടിയിട്ട് എന്റെ സംഭാവന എന്നും പറഞ്ഞ് എഴുതിക്കോ എന്ന് പറഞ്ഞ് തിരികെ കൊടുത്തേച്ച് ഞാൻ പോന്നിട്ടുണ്ട്. ഞാൻ തന്നെ തിരിച്ചു പോരുമ്പോ അവർക്ക് എന്റെ ദൈവമേ എനിക്ക് കൊണ്ടല്ലോ 2 കുഞ്ഞുങ്ങൾ, വീട്ടിൽ ചെല്ലുമ്പോൾ എന്നെ അടുക്കുന്നൊക്കെ വഴി തോന്നും. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാം, അടുത്ത മീറ്റിംഗ് ചിലപ്പം വിളിക്കുന്നത് കാശുള്ളവനായിരിക്കും, നല്ല സാമ്പത്തികമുള്ളത് കൊണ്ടും സഭയായിരിക്കും വിളിക്കുന്നത്. ഈ 3-4 മീറ്റിങ്ങിന്റെ മുഴുവൻ കേട് തീർത്ത അവരിങ്ങനെ. ദൈവം ആരോടും കടക്കാരനൊന്നും അല്ല കേട്ടോ. പൈസ എന്നോർത്ത് ആ അജണ്ട വെച്ചുകൊണ്ട് ഓടാതിരുന്നാൽ മതി. നിഷ്കളങ്ക ഹൃദയം, പ്യുവർ ഹാർട്ട്, ശുദ്ധ ഹൃദയം. നിങ്ങളെ പരമാർത്ഥ മനസ്സോടെ കർത്താവിന്റെ വേല ചെയ്തേ. ഞാൻ ശുശ്രൂഷയ്ക്ക് ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ചിലർ പെട്ടെന്ന് യോഗത്തിന് വിളിക്കും, പക്ഷേ ഇന്ന ദിവസം ഫ്രീ ആണോ? ഞാൻ അപ്പൊ എനിക്ക് പകല് മീറ്റിംഗ്, ഒന്ന് വൈകിട്ട് ഇഞ്ഞ് വരാമോ? അപ്പൊ എന്നാന്നറിയാവോ, വൈകിട്ട് വേറെ വലിയ പാർട്ടിയെ വിളിച്ചതാ. അയാള് തക്ക സമയമാകുമ്പോൾ വരികയല്ലെന്ന് പറഞ്ഞേനാ നമ്മളെ ഡൂക്കിലിയാ വിളിച്ചത്. നമുക്ക് പിന്നെ എവിടെയും പോകാൻ ഇങ്ങനെ കാത്തിരിക്കുകയല്ലേ. എനിക്കറിയാം ഇത് ആരാണ്ടെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് വരാഞ്ഞിട്ടാണ് വിളിച്ചെന്നറിയാം. പക്ഷെ ശുശ്രൂഷ അലങ്കോലപ്പെടുത്തുകയാണ്. കർത്താവിന് കണക്ക് കൊടുക്കേണ്ടത് സമയം ഉണ്ടെങ്കിൽ. ഇല്ല മീറ്റിംഗ് ഉണ്ടേ ഞാൻ പറയില്ല അല്ല ഞാൻ ഫ്രീയാ, എനിക്ക് പകലെ മീറ്റിംഗ് ഉള്ളൂ, രാത്രിക്കില്ല. ഇല്ല രാത്രിയിലെ മീറ്റിംഗ് ഉള്ളൂ, പകല് ഞാൻ ഫ്രീയാ. ശരി ഞാൻ വരാം. നമ്മൾ ചെല്ലും. അവിടെ ചെല്ലും, അവര് തന്നെ പറയും നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കേണ്ടത് ഇന്നയാളായിരുന്നു, അദ്ദേഹത്തിന് ഇങ്ങനെ തക്ക സമയത്ത് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ വിഷമിച്ചു പോയി, ഏതാണ് ഇങ്ങനെ കർത്താവിന്റെ ദാസനെ വിളിച്ചു വാങ്ങാം. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആണെന്നും അറിയാം. എന്നാലും ചെല്ലുന്നത് എന്നാന്നറിയാമോ? കർത്താവിന്റെ വേലയാണല്ലോ എന്നോർത്ത്.
അങ്ങനെ ഒത്തിരി പകരം സ്റ്റേജിൽ കയറേണ്ടി വന്നിട്ടുണ്ട് ഞാൻ. എനിക്കതൊരു അപമാനമല്ല, അപമാനമായിട്ട് തോന്നിയിട്ടുമില്ല. എന്റെ കാര്യം ഇത് കർത്താവിന്റെ വേലയാണ്, ശുശ്രൂഷ കർത്താവിന്റെയാണ്. അതുകൊണ്ട് ഒരിടത്ത് നമ്മളെ അപമാനിച്ചു, ഒരിടത്ത് നമ്മളെ തഴഞ്ഞു, ഒരിടത്ത് നമുക്ക് പ്രതിഫലം കിട്ടിയില്ല. വേണ്ടെന്നേ, നിർമ്മല മനസാക്ഷിയിൽ യെസ് ഓർ നോ, ശുദ്ധ ഹൃദയത്തോടെ കർത്തൃവേല ചെയ്തേ, കർത്താവിന് വേണ്ടി നിൽക്കുക. ശത്രുവിനോട് പോരാടാനുള്ളൊരു വഴി ശുദ്ധ മനസാക്ഷി. അപ്പൊ ശുദ്ധ ഹൃദയം പോലെ തന്നെയുള്ളതാണ് നിർമ്മലമായ മനസാക്ഷി. ഇതെന്നത് ഈ മനസാക്ഷി എന്ന് പറഞ്ഞ എന്നതാ? എന്നത് ഈ മനസാക്ഷി? മനസ്സെന്ന സാക്ഷി. ഈ സാക്ഷി എന്ന് പറഞ്ഞ എന്നതാ? കഴിഞ്ഞ ഞായറാഴ്ച സാക്ഷി പറഞ്ഞ കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം കർത്താവിനെ വട്ടം കറക്കിയെന്നാ പറയുന്നത്. കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം മുഴുവൻ അനേകായിരം ആത്മാക്കൾ. എന്നത് ഈ സാക്ഷ്യം? സാക്ഷ്യം എന്ന് പറഞ്ഞ എന്താ? സാക്ഷി എന്ന് പറഞ്ഞ കണ്ടതും കേട്ടതും പറയുക എന്നുള്ളതാണ്. കണ്ടതും കേട്ടതും പറയും, അതല്ലേ സാക്ഷി? കണ്ടവൻ, അതല്ലേ ദൃക്സാക്ഷി എന്നൊക്കെ പറഞ്ഞത്? കണ്ടത് ഇല്ലേ, കേട്ടത് അല്ലേ? എന്നാ കണ്ടതും കേട്ടതും എല്ലാം പറയാനല്ല. കോടതിയിൽ ഒരു കേസ് നടക്കുകയാണേ, നിന്നെ സാക്ഷിയായിട്ട് വിസ്തരിച്ചിരിക്കുക. ശരി, നീ കണ്ടതും കേട്ടതും എല്ലാം പറയാൻ പറഞ്ഞപ്പം ഞാൻ അങ്ങോട്ട് വഴിയിലോട്ട് ഇറങ്ങി. ഞാൻ ഒരു ബസ് കാത്ത് നിൽക്കുകയായിരുന്നു. ആദ്യം വന്ന ബസ്സിന് കൈ നീട്ടി, ആ വണ്ടി നിർത്താതെ എന്ന് പോയി. സ്തോത്രം. അത് കഴിഞ്ഞ് രണ്ടാമതൊരു ബസ് വന്നു, അതിൽ ഞാൻ കൈ നീട്ടി, അത് ദൂരെ കൊണ്ടു. ഞാൻ ഓടിച്ചെന്നപ്പോ അതും പോയി. മൂന്നാമത് മറ്റൊരു ബസ് വന്നു, ഞാൻ റോഡിന്റെ നടുക്കോട്ട് കയറി നിന്നു, അവര് നിർത്തി. അങ്ങനെ ഞാൻ ഇവിടെ ആരാധനയ്ക്ക് വന്നു. ഇതൊക്കെ ചിലരുടെ സാക്ഷി, കണ്ടതും കേട്ടതും എല്ലാം. എന്നെ തന്നെ കേസ് സംബന്ധമായ വിഷയത്തിൽ നീ കണ്ടതും കേട്ടതും എന്നതാന്ന് പറ. അല്ലാതെ വഴി കണ്ടതും കേട്ടതും എല്ലാം കൂടെ പറയാനുള്ളതല്ല കോടതി കേട്ടോ. ചില കഥ അവരെഴുന്നേറ്റ് സാക്ഷ്യം പറയുന്നത് എന്നാന്നറിയാമോ? അന്നത്തെ പത്രവാർത്തയാണ്. അങ്ങനെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. എന്നോടൊരിക്കൽ ആ സഭയിൽ ഒരു വിശ്വാസി, ഒരു സഹോദരനോട് പറഞ്ഞു, എന്റെ സാറേ, ഞങ്ങളുടെ പാസ്റ്റർ ഉള്ളത് കൊണ്ട് പത്രം വായിക്കേണ്ടത്. ഞാൻ ചോദിച്ചതിന്, ഞങ്ങളുടെ പാസ്റ്റർ അതെല്ലാം വിവരിച്ചോളൂ, ഞായറാഴ്ച പത്രവാർത്തയായിരിക്കും, ആ ആഴ്ച നടന്ന സംഭവം മുഴുവൻ അങ്ങ് എഴുന്നേറ്റ് നിന്നങ്ങ് വിവരിക്കും. ഞാൻ അതുകൊണ്ട് പത്രം വരെ വന്ന് നിർത്തി. ഏതായാലും അത്രയും കാശ് ലാഭമാണല്ലോ, പത്രം വേണ്ടെന്ന് വെച്ചത്. കാരണം ഞായറാഴ്ച ഇതെല്ലാം ഞങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഇതാണോ സാക്ഷി? കേസ് എന്താണോ അതിന് സംബന്ധമായിട്ട് നീ എന്ത് കണ്ടു, എന്ത് കേട്ടു എന്ന് പറഞ്ഞാൽ യേശുവിൽ നിന്നും നീ എന്ത് കേട്ടു, യേശുവിന് വേണ്ടി എന്ത് ചെയ്തു, ഇതാണ് സാക്ഷി കേട്ടോ. നമ്മളെ യേശു എനിക്ക് എന്നതെല്ലാം ചെയ്തെന്ന് സാക്ഷ്യം പറയും. ചിലരുടെ സാക്ഷ്യം കേട്ടിട്ടില്ലേ? കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചപ്പോ എനിക്ക് ഉടുതുണിക്ക് മറുതുണി പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വീട് ചോർന്നൊലിക്കുന്ന ഒരു വീടായിരുന്നു. ഞാൻ ചെരുപ്പ് പോലും ഇട്ടിട്ടില്ല. എനിക്ക് വിദ്യാഭ്യാസമില്ല. ഈ കർത്താവിനെ ഞാൻ സേവിക്കാൻ ഇറങ്ങി തിരിച്ചതിന് ശേഷം ദൈവം എന്നെ ഞാൻ അനുഗ്രഹിച്ചു. എന്റെ കുഞ്ഞുങ്ങളെ വിദേശത്തേക്ക് പറഞ്ഞയച്ചു. ഇപ്പൊ എനിക്ക് 2 നല്ല വീടുണ്ട്, 1.5 കോടിയുടെ കാറുണ്ട്. ഇന്ന് എനിക്ക് എത്ര വസ്ത്രം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എടാ, ഇത് പറയുമ്പോ ആളുകളങ്ങ് ഇളകുക. എന്റെ പൊന്നു കുഞ്ഞെ, ദൈവം നിനക്ക് ചെയ്തതൊക്കെ നീ പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷേ നീ ദൈവത്തിന് എന്ത് ചെയ്തു? കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ
നിന്നെ വിളിച്ച അന്ന് മുതൽ ഇന്ന് വരെ നീ യേശുവിന് വേണ്ടി എന്നാ ചെയ്തു? ഒരാളോട് സുവിശേഷം പറഞ്ഞോ? ഒരു ട്രാക്ട് കൊടുത്തോ? ഒരാളോട് വചനം പറഞ്ഞോ? ഒരു രോഗിക്ക് വേണ്ടി നീ പോയി പ്രാർത്ഥിച്ചോ? ഒരാളെ ക്രിസ്തുവിന് വേണ്ടി നേടിയോ? നീ അത് പറ, അതാ സാക്ഷി. അല്ല ഇങ്ങോട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതാണല്ലോ പ്രധാനം. തൂമ്പായ നമ്മളിങ്ങനെ തൂമ്പ ഇങ്ങോട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടണം. യേശുവിന്റെ ഇങ്ങോട്ട് കിട്ടണം, ദൈവത്തിന്റെ ഇങ്ങോട്ട് കിട്ടണം. നീ ദൈവത്തിന് എന്ത് കൊടുത്തു? നീ ദൈവത്തിന് എന്ത് കൊടുത്തു? പറ, അതാ സാക്ഷി. മനസാക്ഷി എന്ന് പറഞ്ഞ എന്താണെന്നറിയാമോ? കണ്ടതും കെട്ടതും പറയുക. എന്ത് കണ്ടു എന്ത് കേട്ടു എന്ന് പറയുക. വായിക്കാം, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ റോമാലേഖനം ഒന്ന് എടുക്കാവോ? മനസാക്ഷി എന്താന്ന് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തരാം. 2-ാം അധ്യായം ഒന്ന് എടുത്ത് റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 14 തൊട്ട് വായിച്ചേ. മനസാക്ഷി എന്താന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണം ആകുന്നു. അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞു. മനസാക്ഷി സാക്ഷ്യം പറഞ്ഞു. അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിപാദിക്കുകയോ ചെയ്തും കൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. ഇതാ മനസാക്ഷി. ഇത് ന്യായപ്രമാണത്തെ കുറിച്ച് പൗലോസ് പറഞ്ഞു വരികയായിരുന്നേ. അതിന്റെ തൊട്ട് മുകളിലുള്ള ഭാഗം ന്യായപ്രമാണത്തെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളത് വായിച്ചാൽ മതി. ഇന്ന് പഴയ നിയമകാലത്തെ കുറിച്ചായി പറയുന്നത്, പുതിയ നിയമകാലത്തെ കുറിച്ചല്ല. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം തന്റെ ജനമായ ഇസ്രയേലിന് തന്റെ ന്യായപ്രമാണം കൊടുത്തിരുന്നു. പക്ഷെ അത് ആർക്കേ ഉള്ളൂ? ന്യായപ്രമാണം ആർക്കുള്ളതാ? യഹൂദനുള്ളതാ, ഇസ്രയേലിനുള്ളതാ, അല്ലേ? യഹൂദന ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ചാലേ അവൻ രക്ഷ പ്രാപിക്കൂ. പക്ഷെ ന്യായപ്രമാണം കിട്ടാത്ത ജാതികളോ? അപ്പൊ അവരെ ഒന്നും ദൈവത്തിന് വേണ്ടേ? യഹൂദൻ മാത്രം രക്ഷപ്പെട്ടാൽ മതിയോ? ഇപ്പം യഹൂദനല്ല, ഇപ്പം സഭയാണ്, നമുക്കറിയാം. പഴയ നിയമ കാലഘട്ടത്തിൽ യഹൂദൻ ഒഴികെ ജാതികൾ ആരെയും ദൈവത്തിന് വേണ്ടേ? അതാ ഇവിടെ പറഞ്ഞത്. ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ. അപ്പൊ ജാതികൾക്ക് ന്യായപ്രമാണം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ന്യായപ്രമാണം ആർക്കാ കൊടുത്തത്? യഹൂദന്. അപ്പൊ ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ, കണ്ടോ, അവർക്ക് ന്യായപ്രമാണം ഒന്നും കൊടുത്തിട്ടില്ല. മോശ എഴുതി കൊടുത്തിരിക്കുന്ന ന്യായപ്രമാണം അവരുടെ കയ്യിലില്ല, കേട്ടോ. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളം പറയരുത് എന്ന് പറഞ്ഞ് ന്യായപ്രമാണം ഒന്നും അവരുടെ കയ്യിൽ എഴുതി കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ജാതികളും ന്യായപ്രമാണത്തിൽ യഹൂദൻ എഴുതി കൊടുത്തിരിക്കുന്നതെല്ലാം ജാതികൾ സ്വഭാവം കൊണ്ട് തന്നെ ചെയ്യുക. അവനും കള്ളം പറയുന്നില്ല, അവനും കൊലപാതകം ചെയ്യുന്നില്ല, അവനും വ്യഭിചാരത്തിന് പോകുന്നില്ല. അവൻ ന്യായപ്രമാണം ഉള്ളത് കൊണ്ടല്ല അങ്ങനെ ചെയ്തത്. ന്യായപ്രമാണം ഇല്ലെങ്കിലും അവന്റെ സ്വഭാവത്തിൽ അവനത് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണം. ഇപ്പൊ ഇവരുടെ ന്യായപ്രമാണം അവര് തന്നെയാണ്, അവരുടെ സ്വഭാവം തന്നെ അങ്ങനെയാണ്. നമുക്കറിയാം, നമ്മുടെ ഇടയിൽ ചില ആളുകളുണ്ട്, അല്ലേ? എന്തൊരു സാത്വികരാന്നറിയാം. അവർ രക്ഷിക്കപ്പെടുക കൂടെ ചെയ്തിരുന്നെങ്കിൽ നേരെ സ്വർഗത്തിൽ ചെന്നേനെ. നമ്മളെക്കാ വിശുദ്ധരായിരിക്കും. കള്ളം പറയുകയില്ല, ആരോടും കോപിക്കുകയില്ല. കണ്ടിട്ടില്ലേ ചില ആളുകളെ? അല്ലേ? നമ്മൾ എന്തൊരു സാത്വികരാ അവരല്ലേ? എന്തൊരു സാത്വികരാ. ആരെയും കുറ്റം പറയുകയില്ല, ഒരു നുണ പറയുകയില്ല. എന്തൊരു നിഷ്കളങ്ക മനസ്സാന്നറിയോ? രക്ഷിക്കപ്പെട്ടാൽ മതിയായിരുന്നു. അവര് കർത്താവിന്റെ അടുക്ക നേരെ അങ്ങ് ചെന്നേനെ. നമ്മൾ പ്രയാസേന രക്ഷ പ്രാപിക്കുമെന്നാ അവര് ഈസി ആയിട്ട് കയറി ചെന്നേനെ. അപ്പൊ അങ്ങനെ ജാതികളുടെ ഇടയിൽ അങ്ങനെ ആളുകളുണ്ട്. അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറ. അപ്പൊ അവരെന്താ ഈ
ന്യായപ്രമാണത്തിലുള്ളത് എങ്ങനെ ചെയ്തെന്നറിയാവോ? അവരുടെ അകത്ത് ദൈവം ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, ഒരു മോണിറ്റർ. അതിന്റെ പേരാണ് മനസാക്ഷി. മനസാക്ഷിയുടെ പണി എന്നതാ? നമ്മളൊരു തെറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക്, തെറ്റ് നമ്മുടെ അകത്തിരുന്നുകൊണ്ട് ഒരാൾ വിലക്കുന്നു നമ്മളെ. വേണ്ട, ചെയ്യരുത്, അത് തെറ്റാ കേട്ടോ, നീ ചെയ്യരുത്. നമ്മുടെ അകത്തിരുന്നുകൊണ്ട് നമ്മളോട് തന്നെ വിലക്കുക. വേണ്ട, നമ്മള് എന്തോ ഒന്ന് ചെയ്യാനല്ലേ കൂട്ടുകാർ കൂടിയോ സാഹചര്യം കിട്ടിയത് കൊണ്ടോ നമ്മളൊരു തെറ്റിലേക്ക് അറിയാതെ വഴുതി പോകാൻ തുടങ്ങുമ്പോൾ അകത്തിരുന്നുകൊണ്ട് ഒരാൾ നമ്മളെ വിലക്കുക. വേണ്ട, അരുത്, അരുത്, വേണ്ട, ചെയ്യരുത്, തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. അതാ മനസാക്ഷി. മനസാക്ഷി. നല്ലത് ചെയ്യുമ്പോ, ഒരു നല്ല കാര്യം ചെയ്യുക, ഒരാള് കഷ്ടപ്പെട്ടു, ഒരു സഹായം ചോദിച്ച് വീട്ടിൽ വന്നു, നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു കേട്ടപ്പോ നമുക്ക് വലിയത് ഇനിയത് തോന്നി. നമ്മൾ ഇച്ചിരി നല്ല കാശെടുത്ത് 10,000 രൂപ എടുത്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു ആശ്വാസം. നമ്മുടെ അകത്തിരുന്നുകൊണ്ട് ഒരാൾ പറയാ, കേട്ടോ, വെൽ ഡൺ, കൊള്ളാം, നന്നായി, അങ്ങനെ ചെയ്യാം, അങ്ങനെ തന്നെ ചെയ്യാം. അതായിരുന്നു വേണ്ടത്. അവൻ കഷ്ടത പറയാൻ വന്നതാ, അല്ലെ ആശുപത്രിയിലായിരുന്നു, കഷ്ടതയായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു, കുഞ്ഞുങ്ങള് വിദ്യാഭ്യാസം ചെയ്യാൻ കാശില്ല. നമ്മൾ അവനോട് ചോദിച്ചു, നീ വല്ലതും കഴിച്ചിട്ടാണോ വന്നേ? ഇല്ല. കാരണം ഭാര്യയെ വിളിച്ചു, ഇത്തിരി ആഹാരം എടുത്തു കൊടുക്കുക. ആഹാരം കൊടുത്തു. പോകാൻ നേരം, കേട്ടോ, നച്ച് പൈസ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് 1,000 രൂപ എടുത്ത് കയ്യിലോട്ട് കൊടുത്തു. നമ്മുടെ അകത്ത് തന്നെ ആശ്വാസം അല്ലേ? അകത്തിരുന്നോണ്ട് നമ്മളെ ആരാണ്ട് പ്രോത്സാഹിപ്പിക്കുക, വെൽ ഡൺ, കൊള്ളാം, കൊള്ളാം, നന്നായി, നന്നായി, നീ അങ്ങനെ തന്നെ ചെയ്യണം. അതിന്റെ പേരാണ് മനസാക്ഷി. മനസാക്ഷി എന്ന് പറഞ്ഞാൽ മനസ്സ് സാക്ഷിയായി നിൽക്കുക. എന്തിന്റെ സാക്ഷി? ന്യായപ്രമാണത്തിന്റെ സാക്ഷി. നമുക്ക് പുറജാതിക്ക് ന്യായപ്രമാണം കിട്ടിയിട്ടില്ല, പക്ഷെ ഇങ്ങനെ ഒരു പ്രമാണം ഉണ്ട് എന്നുള്ളതിന്റെ സാക്ഷി അകത്തിരുന്നുകൊണ്ട് പറയുക. തന്നെയാണ് മനസാക്ഷി. ഇത് നമ്മുടെ ഈ ആത്മീയ പോരാട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവരാണ്. നമുക്ക് പ്രമാണമുണ്ട്, വേറെ പുസ്തകമുണ്ട്, അതോടൊപ്പം തന്നെ നല്ല മനസാക്ഷി വേണം, നല്ലൊരു മനുഷ്യത്വം വേണം. ചിലര് വിശ്വാസികളായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ മൂശേട്ടകൾ വേറെ കാണുകയാണ്. ഇങ്ങനത്തെ മൂശേട്ട ഇല്ലേ? ചില ബന്ധുക്കോസുകാരെ കുറിച്ച് ശരിയായ വിവരം അറിയണേ അയൽവക്കംകാരോട് ചോദിക്കണം, അവരെങ്ങനെയുണ്ട്. എന്റെ പോലും കുഞ്ഞ് അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവരാ ബന്ധുക്കോസുകാരാ. കേട്ടിട്ടുണ്ടോ ചിലരെ കുറിച്ച് പറയുന്നത്? കേട്ടിട്ടുണ്ട്. ചില വിശ്വാസികളെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്, അവനൊരു ചൈത്യയില്ല, ചുമ്മാതെ ഭയങ്കര മുൻകോപിയ ബന്ധുക്കോസുകാരനാ. അത് രഹസ്യമായിട്ടാ പറയുന്നത് ആളുകള്, കേട്ടോ. എല്ലാരോടും വെറി പിടിച്ച് നടക്കുന്ന ഒരു കൂട്ടമാണോ ഈ പെന്തിക്കോസുകാര്? ആരോടും ഒരു സഹകരണവും ഇല്ല, ഒരു നല്ല വാക്ക് പോലും ആരോടും പറയുകയില്ല. ദോഷം പറയാനുണ്ട് അതെല്ലാം പറയുകയും ചെയ്യും. ഇതാണോ പെന്തിക്കോസ്ത്? അതുപോലെ കുഞ്ഞെ വേദപുസ്തകം നിന്റെ കയ്യിലുണ്ടെന്ന് നീ അഭിമാനിച്ചു, പക്ഷെ അതോടൊപ്പം നല്ല മനസാക്ഷിയും കൂടെ വേണം കേട്ടോ. നല്ലത് ചെയ്യുമ്പോൾ ഒരു പ്രോത്സാഹനം, തിന്മ ചെയ്യാൻ ഒരു വിലക്കും, നല്ല കാര്യങ്ങൾക്ക് ഒരു പ്രോത്സാഹനം.